ഒരു രാത്രി ആകാശത്ത് നക്ഷത്രങ്ങൾക്ക് പകരം ഗർജിക്കുന്ന തീമഴ പെയ്യുന്നതെന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ലോകം പിടിച്ചടക്കാൻ വന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ വമ്പൻ സൈന്യം ഇരുമ്പ് റോക്കറ്റുകളുടെ മുൻപിൽ ഭയന്ന് വിറച്ചൊരു കാലം. ആടുകളെപ്പോലെ 1000 വർഷം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസമെങ്കിലും കടുവയെപ്പോലെ ജീവിച്ചു മരിക്കുന്നതാണെന്ന് വിശ്വസിച്ച ഒരു പോരാളി. നമുക്ക് മൈസൂരിലെ ആ പഴയ കാലത്തിലേക്കൊന്ന് കണ്ണടച്ച് സഞ്ചരിക്കാം. കാവേരി നദി ഒഴുകുന്ന ശബ്ദം ദൂരെ എവിടെയോ കേൾക്കാം. ഇരുട്ട് നിറഞ്ഞ രാത്രിയിൽ നദിയുടെ ഓളങ്ങൾ കൽക്കെട്ടുകളിൽ തട്ടിച്ചിതറുന്നു. ആകാശത്ത് നിലാവില്ലാത്തൊരു രാത്രിയായിരുന്നു അത്. പക്ഷേ മൈസൂർ കൊട്ടാരത്തിന്റെ ഉന്നതങ്ങളിൽ പന്തങ്ങൾ എരിഞ്ഞുകൊണ്ടിരുന്നു. കാട്ടിൽ ആ പന്തങ്ങൾ ആടിയുലയുമ്പോൾ ചുവരുകളിൽ ഭീമാകാരമായ നിഴലുകൾ നൃത്തം വെച്ചു. നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ദൂരെ കാട്ടിൽ നിന്ന് ഒരു കടുവയുടെ ഗർജനം കേൾക്കാം. അതൊരു തുടക്കമായിരുന്നു. മൈസൂരിന്റെ മണ്ണിൽ അന്ന് മാറ്റത്തിന്റെ കാറ്റ് വീശുകയായിരുന്നു. കല്ലും മണ്ണും പോലും വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് അടക്കം പറയുന്നത് പോലെ. കാവേരി നദിക്ക് അന്ന് വല്ലാത്തൊരു ഗാംഭീര്യമുണ്ടായിരുന്നു. കോട്ടയുടെ കരിങ്കൽ ഭിത്തികളിൽ നദിയിലെ വെള്ളം വന്നിടിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം ഒരു പുരാതനമായ മന്ത്രം പോലെ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിന്നു. ആ ഇരുട്ടിൽ നഗരത്തിലെ ഓരോ വീടിന്റെയും തിണ്ണകളിൽ കാവൽക്കാർ ഉറങ്ങാതെ കാത്തിരുന്നു. എവിടെയോ ഒരു രാത്രിപക്ഷി ചിറകടിച്ചുയർന്നു. പന്തങ്ങളിൽ നിന്നുള്ള പുക കൊട്ടാരത്തിന്റെ മേൽക്കൂരകളിലൂടെ ഇഴഞ്ഞു നീങ്ങി. വായുവിൽ ഈർപ്പമുള്ള മണ്ണും കത്തുന്ന എണ്ണയുടെയും മണം കലർന്നിരുന്നു. ഇതാണ് മൈസൂർ, സ്വപ്നങ്ങളുടെയും പോരാട്ടങ്ങളുടെയും വിളനിലം. ഈ നിശബ്ദതയ്ക്ക് നടുവിൽ ഒരാൾ മാത്രം ഉണർന്നിരുന്നു. ഹൈദരലി. തന്റെ പടക്കുതിരപ്പുറത്തിരുന്ന് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അദ്ദേഹം ഭൂപടങ്ങൾ പരിശോധിക്കുകയായിരുന്നു. വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അദ്ദേഹത്തിന്റെ മുഖത്തെ ചുളിവുകൾ ഓരോന്നും ഓരോ യുദ്ധകഥകൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. സാമ്രാജ്യങ്ങൾ തകരുകയും പുതിയവ ഉദിക്കുകയും ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ ഹൈദരലി വെറുമൊരു പടത്തലവനായിരുന്നില്ല. അദ്ദേഹം ഒരു ദീർഘദർശിയായിരുന്നു. തന്റെ രാജ്യത്തെ തകർക്കാൻ വരുന്ന വിദേശ ശക്തികളെ എങ്ങനെ നേരിടണം എന്ന് അദ്ദേഹം ആഴത്തിൽ ചിന്തിച്ചു. ചുറ്റുമുള്ള കാവൽക്കാർ പോലും ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ അദ്ദേഹം മാത്രം ഉണർന്നിരുന്നു. അദ്ദേഹത്തിന്റെ വിരലുകൾ വാളിന്റെ പിടിയിലമർന്നു. ആ നിശബ്ദതയിൽ അദ്ദേഹം കേട്ടത് വരാനിരിക്കുന്ന മാറ്റത്തിന്റെ കാലൊച്ചകളായിരുന്നു. 1750 ആണ്ട് നവംബർ മാസത്തിലെ ഒരു തണുത്ത രാത്രി. ദേവനഹള്ളിയിലെ കോട്ടയ്ക്കുള്ളിൽ ഒരു പുതിയ ജീവൻ തുടിച്ചു. ഒരു ശിശുവിന്റെ കരച്ചിൽ ആ രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചു. ഹൈദർ അലിയുടെയും ഫക്രുന്നിസയുടെയും മകനായി ടിപ്പു ജനിച്ചു. ആ കുഞ്ഞിനെ കൈകളിലെടുത്തപ്പോൾ ഹൈദർ അലിയുടെ കർക്കശമായ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ കുഞ്ഞിന്റെ കണ്ണുകളിൽ അന്നേ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. തീക്ഷ്ണമായ, എന്തിനേയും നേരിടാൻ തയ്യാറുള്ള ഒരു കടുവക്കുട്ടിയുടെ കണ്ണുകൾ പോലെ. കൊട്ടാരത്തിന് പുറത്ത് കാവേരി നദി ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്നു. പുതിയൊരു ഇതിഹാസത്തിന്റെ പിറവിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നദിയിലെ വെള്ളം കറുത്ത നിറത്തിൽ തിളങ്ങി. ആ കുഞ്ഞിന് അവർ ഫതഹലി എന്ന് പേരിട്ടു. പക്ഷേ ലോകം അവനെ വിളിക്കാൻ പോകുന്നത് ടിപ്പു എന്നാണ്. കന്നഡ ഭാഷയിൽ ടിപ്പു എന്നാൽ കടുവ എന്നാണ് അർത്ഥം. ജനിച്ച നിമിഷം മുതൽ അവൻ ആ പേരിന് അർത്ഥം നൽകാൻ വിധിക്കപ്പെട്ടവനായിരുന്നു. കൊട്ടാരത്തിലെ ദാസിമാർ അവനെ തൊട്ടിലിൽ കിടത്തി ആട്ടുമ്പോൾ പാടിയ പാട്ടുകളിൽ പോലും യുദ്ധങ്ങളുടെയും വിജയങ്ങളുടെയും കഥകളുണ്ടായിരുന്നു. ആ കൊച്ചുകുഞ്ഞ് ഉറക്കത്തിൽ പോലും തന്റെ വിരലുകൾ ഒരു വാൾ പിടിക്കുന്നത് പോലെ മുറുക്കി പിടിക്കുമായിരുന്നു. നിഴലുകൾ ചുവരുകളിൽ നൃത്തം ചെയ്യുമ്പോൾ ആ കുഞ്ഞത് കൗതുകത്തോടെ നോക്കി നിന്നു. അവനെ സംബന്ധിച്ച് ആ ലോകമൊരു വലിയ അത്ഭുതമായിരുന്നു. കുഞ്ഞുട്ടിപ്പ് വളർന്നത് ആയുധങ്ങളുടെയും കുതിരകളുടെയും ഇടയിലാണ്. കൊട്ടാരത്തിന്റെ വിശാലമായ മുറ്റത്ത് സൈനികർ പരിശീലനം നടത്തുന്നത് അവൻ മണിക്കൂറുകളോളം നോക്കി നിന്നു. മറ്റു കുട്ടികൾ മണ്ണിൽ വീടുണ്ടാക്കി കളിക്കുമ്പോൾ ടിപ്പു തന്റെ അച്ഛന്റെ പണിശാലയിൽ പോയി വാളുകൾ നിർമ്മിക്കുന്നത് നോക്കിയിരുന്നു. ഹൈദരലി തന്റെ മകനെ വെറുമൊരു രാജകുമാരനായി അല്ല വളർത്തിയത്, പകരം ഒരു പോരാളിയായിട്ടാണ്. രാത്രികളിൽ കത്തുന്ന തീകാഞ്ഞുകൊണ്ട് അച്ഛൻ മകന് യുദ്ധതന്ത്രങ്ങൾ പറഞ്ഞുകൊടുക്കും. ശത്രുവിനെ എങ്ങനെ പരാജയപ്പെടുത്തണം, മലനിരകളിൽ ഒളിപ്പോരെങ്ങനെ നടത്തണം. ടിപ്പു അതീവ ശ്രദ്ധയോടെ ഇതെല്ലാം കേട്ടിരുന്നു. പന്തങ്ങളിലെ എണ്ണ തീർന്നു തുടങ്ങുമ്പോൾ ആ വെളിച്ചം മങ്ങുന്നു. ആ മങ്ങിയ വെളിച്ചത്തിൽ ടിപ്പു തന്റെ അച്ഛന്റെ മുഖത്തെ ഗാംഭീര്യം തൊട്ടറിഞ്ഞു. പഠനത്തിലും ടിപ്പു ഒട്ടും പിന്നിലായിരുന്നില്ല. ഉറുദു, പേർഷ്യൻ, അറബിക് ഭാഷകൾ അദ്ദേഹം വളരെ വേഗത്തിൽ സ്വായത്തമാക്കി. ഖുറാനിലെ വചനങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിന് ശാന്തത നൽകി. എങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് കുതിരസവാരിയായിരുന്നു. അതിരാവിലെ മഞ്ഞു വീണുകിടക്കുന്ന മൈസൂർ കുന്നുകളിലൂടെ കുതിരയെ പായിക്കുമ്പോൾ ടിപ്പുവിന് താനൊരു പക്ഷിയാണെന്ന് തോന്നി. കാറ്റ് അദ്ദേഹത്തിന്റെ കാതുകളിൽ പല കഥകൾ മൂളിക്കൊണ്ടിരുന്നു. മണ്ണിൽ നിന്നുയരുന്ന പൊടിപടലങ്ങൾക്കിടയിലൂടെ അദ്ദേഹം തന്റെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചു. പ്രകൃതിയുടെ ഓരോ സ്പന്ദനവും ഓരോ കാറ്റിന്റെ ഗതിയും അദ്ദേഹം തൊട്ടറിഞ്ഞു. വേട്ടയാടാനിറങ്ങുമ്പോൾ കടുവകൾ ഇരയെ കാത്തുനിൽക്കുന്ന ആ നിശബ്ദത അദ്ദേഹം പഠിച്ചു. ആ ക്ഷമയാണ് ഒരു പോരാളിക്ക് വേണ്ടതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആദ്യമായി യുദ്ധക്കളത്തിലിറങ്ങിയ നിമിഷം ടിപ്പുവിന് വല്ലാത്തൊരാവേശമായിരുന്നു നൽകിയത്.
ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങി. പീരങ്കികളുടെ ഗർജനം ആദ്യമായി നേരിട്ട് കേട്ടപ്പോൾ ടിപ്പു ഭയന്നില്ല. പകരം ആ പുകപടലങ്ങൾക്കിടയിലൂടെ തന്റെ അച്ഛന്റെ സൈന്യം എങ്ങനെ നീങ്ങുന്നുവെന്ന് അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിച്ചു. 15-ാം വയസ്സിൽ അദ്ദേഹം സ്വന്തമായി ഒരു ചെറിയ സൈന്യത്തെ നയിച്ചു. ആ കുഞ്ഞു പോരാളിയുടെ കണ്ണുകളിലെ നിശ്ചയദാർഢ്യം കണ്ട് മുതിർന്ന സൈനികർ പോലും അത്ഭുതപ്പെട്ടു. യുദ്ധഭൂമിയിലെ രക്തത്തിന്റെ മണവും മരിച്ചു വീഴുന്നവരുടെ നിലവിളികളും അദ്ദേഹത്തെ തളർത്തിയില്ല. മറിച്ച് തന്റെ രാജ്യത്തെ സംരക്ഷിക്കണമെന്ന വാശി അദ്ദേഹത്തിൽ വർദ്ധിപ്പിച്ചു. യുദ്ധം കഴിഞ്ഞ് താവളങ്ങളിൽ വിശ്രമിക്കുമ്പോൾ ടിപ്പു നക്ഷത്രങ്ങളെ നോക്കി മണ്ണിൽ കിടന്നു. ദൂരെ കുതിരകൾ പുല്ലു തിന്നുന്ന ശബ്ദം. കാവേരി നദി അപ്പോഴും അങ്ങ് ദൂരെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. മനുഷ്യർ അധികാരത്തിനു വേണ്ടി പോരടിക്കുമ്പോഴും പ്രകൃതി അതിന്റെ ഗതി തുടർന്നുകൊണ്ടേയിരുന്നു. ടിപ്പു ചിന്തിച്ചു, തന്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ താനൊരു കരുത്തനായ കടുവയായി മാറണം. ആ രാത്രിയിലെ തണുത്ത കാറ്റ് ടിപ്പുവിന്റെ നെറ്റിയിൽ തലോടി കടന്നുപോയി. പുകയുന്ന കനലുകളിൽ നിന്നുയരുന്ന ചുവന്ന വെളിച്ചം അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പ്രതിഫലിച്ചു. അതൊരു പുതിയ തുടക്കമായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ടിപ്പു ഒരു യുവ കമാൻഡറായി വളർന്നു. 2ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ കനൽ പുകയുന്ന കാലം. അച്ഛനും മകനും ചേർന്ന് ബ്രിട്ടീഷ് സൈന്യത്തെ മുട്ടുകുത്തിക്കുന്ന കാഴ്ച ഇന്ത്യ സാക്ഷ്യം വഹിച്ചു. പുള്ളിലൂർ യുദ്ധത്തിൽ ടിപ്പുവിന്റെ റോക്കറ്റുകൾ ബ്രിട്ടീഷ് സൈന്യത്തെ ചിതറിച്ചു. ബ്രിട്ടീഷ് സൈനികർക്ക് മുന്നിൽ അതൊരു മരണത്തിന്റെ മഴയായിരുന്നു. ടിപ്പു തന്റെ കുതിരപ്പുറത്ത് ഒരു കൊടുങ്കാറ്റ് പോലെ ശത്രുക്കൾക്കിടയിലൂടെ പാഞ്ഞു. ഓരോ വെട്ടും ഓരോ ലക്ഷ്യത്തിലേക്കായിരുന്നു. തന്റെ അച്ഛന്റെ അഭിമാനം കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം ജീവൻ പണയം വെച്ച് പോരാടി. എന്നാൽ വിജയങ്ങൾക്കിടയിൽ അപ്രതീക്ഷിതമായി ഒന്ന് സംഭവിച്ചു. ഹൈദരലിയുടെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി. തന്റെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം മകനെ അരികിലേക്ക് വിളിച്ചു. ആ രാത്രിയിൽ ചിറ്റൂർ പടത്താവളത്തിൽ വലിയൊരു നിശബ്ദത പടർന്നിരുന്നു. ആകാശത്തെ നക്ഷത്രങ്ങൾ മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു. ഹൈദരലിയുടെ ശ്വാസം വല്ലാതെ കിതയ്ക്കാൻ തുടങ്ങി. ടിപ്പു തന്റെ അച്ഛന്റെ കൈകൾ മുറുകെ പിടിച്ചു. പന്തത്തിന്റെ വെളിച്ചത്തിൽ അച്ഛന്റെ മുഖം മങ്ങുന്നത് ടിപ്പു കണ്ടു. മൈസൂരിനെ കാത്തു സൂക്ഷിക്കുക, ശത്രുക്കൾക്ക് മുന്നിൽ ഒരിക്കലും തലകുനിക്കരുത്. ഹൈദരലിയുടെ അവസാന വാക്കുകൾ അതായിരുന്നു. ആ കൈകൾ മെല്ലെ തണുത്തു വിറച്ചു. അടിവിൽ ഹൈദരലി എന്ന മഹാപോരാളി ഈ ലോകത്തോട് വിട പറഞ്ഞു. ടിപ്പു അവിടെ അനങ്ങാതെയിരുന്നു. തന്റെ ചുറ്റുമുള്ള ലോകം നിശ്ചലമായതുപോലെ അദ്ദേഹത്തിന് തോന്നി. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തണൽമരം വീണിരിക്കുന്നു. ദൂരെ നിന്നൊരു രാത്രിപക്ഷിയുടെ കരച്ചിൽ കേൾക്കാം. പടത്താവളത്തിലെ സൈനികർ ഉറങ്ങുകയാണ്. തന്റെ അച്ഛന്റെ മരണം ഇപ്പോൾ പുറത്തറിയിച്ചാൽ സൈന്യം പതറുമെന്ന് ടിപ്പുവിനറിയാമായിരുന്നു. അതുകൊണ്ട് ആ വലിയ വേദന അദ്ദേഹം ഉള്ളിലൊതുക്കി. ലോകത്തോട് കരയാൻ അദ്ദേഹത്തിന് സമയമില്ലായിരുന്നു. അച്ഛന്റെ മൃതദേഹം അതീവ രഹസ്യമായ അദ്ദേഹം ശ്രീരംഗപട്ടണത്തിലേക്ക് അയച്ചു. ആ രാത്രിയിൽ ടിപ്പു ഒറ്റയ്ക്ക് നിന്നു. മുന്നിൽ ഇരുൾ മൂടിയ വഴികൾ. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു തീ ജ്വലിക്കുന്നുണ്ടായിരുന്നു. ഇനി താൻ വെറുമൊരു മകനല്ല, മൈസൂരിന്റെ സുൽത്താനാണ്. തന്റെ മേൽക്കൂര നഷ്ടപ്പെട്ടെങ്കിലും തന്റെ രാജ്യത്തിന് താൻ മേൽക്കൂരയാകണം. ടിപ്പുവിന്റെ കാലടികൾ ആ മണ്ണിലുറച്ചു. കാവേരി നദിയിലെ ഓളങ്ങൾ ആ വാർത്ത ഏറ്റുവാങ്ങി. മൈസൂരിന്റെ കടുവ ഉണർന്നു കഴിഞ്ഞു. ആ ഇരുട്ടിൽ നിന്ന് അദ്ദേഹം വെളിച്ചത്തിലേക്ക് നടന്നു. അദ്ദേഹത്തിന്റെ നിഴൽ ഒരു കടുവയെപ്പോലെ മണ്ണിൽ പടർന്നു കിടന്നു. ആകാശം മെല്ലെ ചുവന്നു തുടങ്ങി. ഒരു പുതിയ പ്രഭാതം ഉദിക്കുകയാണ്. വലിയൊരു പോരാട്ടത്തിന്റെ, വലിയൊരു ഇതിഹാസത്തിന്റെ പ്രഭാതം. കാവേരി നദിയിലെ വെള്ളം ചുവന്ന നിറത്തിൽ തിളങ്ങി. വരാനിരിക്കുന്ന യുദ്ധങ്ങളുടെയും വിജയങ്ങളുടെയും സൂചനയായി അത് മൈസൂരിനെ തഴുകി ഒഴുകിപ്പോയി. ടിപ്പു തന്റെ വാൾ ഉറയിൽ നിന്ന് പുറത്തെടുത്തു. അതിന്റെ തിളക്കം ആ പ്രഭാതത്തിലെ സൂര്യകിരണങ്ങളോട് മത്സരിച്ചു. ചരിത്രം ആ നിമിഷം കുറിച്ചുവെച്ചു. കടുവയുടെ ഭരണം ആരംഭിക്കുകയാണ്. ഈ രാത്രിയുടെ നിശബ്ദതയിൽ കാവേരിയുടെ തീരത്ത് കാറ്റ് വീശുന്നു. അന്ന് ടിപ്പു അനുഭവിച്ച അതേ ഏകാന്തതയും നിശ്ചയദാർഢ്യവും ആ കാറ്റിലുണ്ട്. നമുക്ക് ചുറ്റുമുള്ള ലോകം ഉറങ്ങുമ്പോഴും മൈസൂരിന്റെ ആ പഴയ വീഥികളിൽ ഇന്നും ആ ചരിത്രത്തിന്റെ സ്പന്ദനങ്ങളുണ്ട്. സുൽത്താന്റെ ഓരോ തീരുമാനവും അദ്ദേഹത്തിന്റെ രാജ്യത്തെ എങ്ങനെയൊക്കെ മാറ്റിയെന്ന് വരാനിരിക്കുന്ന അധ്യായങ്ങളിൽ നമുക്ക് കാണാം. അടുത്തതായി എന്താണ് സംഭവിക്കുക? ബ്രിട്ടീഷുകാർ ടിപ്പുവിനെ എങ്ങനെ നേരിടും? സുൽത്താന്റെ പക്കൽ ശത്രുക്കളെ തകർക്കാൻ എന്ത് അതിനൂതന തന്ത്രമാണുള്ളത്? നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് പോകാം. മൈസൂരിന്റെ ആത്മാവ് തുടിക്കുന്നത് സുൽത്താന്റെ ഹൃദയമിടിപ്പിലായിരുന്നു. ആ ഹൃദയമിടിപ്പ് ഒരു പുതിയ വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു. ഭാവിയിലെ പോരാട്ടങ്ങൾക്കായി മൈസൂർ ഒരുങ്ങുകയാണ്. സുൽത്താൻ തന്റെ സിംഹാസനത്തിലേക്ക് നടന്നു തുടങ്ങുന്നു. കാവേരി നദിയിലെ ഓളങ്ങൾ ഇന്നും ആ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ശാന്തമായി ഉറങ്ങുക. നാളെ മറ്റൊരു കഥയുമായി നമുക്ക് കാണാം. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ശ്രീരംഗപട്ടണത്തെ കോട്ടമതിലുകളിൽ കാവേരി നടി വന്നടിക്കുന്ന ശബ്ദം മാത്രം കേൾക്കാം. ഒരു മഹാമരത്തിന്റെ തണൽ നഷ്ടപ്പെട്ടതുപോലെ മൈസൂർ വിറങ്ങലിച്ചു നിന്ന നിമിഷങ്ങൾ. ഹൈദരലി എന്ന കരുത്തനായ പോരാളി വിടവാങ്ങിയിരിക്കുന്നു. ഇരുളിൽ മുങ്ങിയ കൊട്ടാരത്തിനുള്ളിൽ പന്തങ്ങൾ പുകയുന്നുണ്ടായിരുന്നു. ആ പുകച്ചുരുളുകൾക്കിടയിലൂടെ പുതിയൊരു ഭരണാധികാരി നടന്നുവരുന്നത് അദൃശ്യമായ നിഴലുകൾ നോക്കി നിന്നു. ടിപ്പു അച്ഛന്റെ വേർപാടിന്റെ വേദന നെഞ്ചിലൊതുക്കി
ഉത്തരവാദിത്വത്തിന്റെ വലിയ ഭാരം ചുമലിലേറ്റി അദ്ദേഹം തന്റെ സിംഹാസനത്തിനരികിലെത്തി. അതൊരാഡംബരപൂർണമായ ചടങ്ങായിരുന്നില്ല, ചരിത്രത്തിന്റെ നിശബ്ദമായ സാക്ഷ്യപ്പെടുത്തലായിരുന്നു. കിരീടധാരണത്തിന്റെ ആ രാത്രിയിൽ കൊട്ടാരത്തിന്റെ വലിയ ഹാളുകളിൽ പ്രതിധ്വനിച്ചത് മന്ത്രോച്ചാരണങ്ങളോ ആർപ്പുവിളികളോ ആയിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന് മുൻപുള്ള ഒരു നിശബ്ദതയായിരുന്നു. ടിപ്പു ആ സിംഹാസനത്തിലിരുന്നു. തന്റെ വിരലുകൾ ആ തടിയിൽ കൊത്തിവെച്ച കടുവയുടെ രൂപങ്ങളിൽ തൊട്ടുരുമ്മി. അന്ന് രാത്രി അദ്ദേഹം ഉറങ്ങിയില്ല. ജനാലയ്ക്കൽ വന്നു നിന്ന് ദൂരെ ഇരുട്ടിൽ മറഞ്ഞുകിടക്കുന്ന തന്റെ രാജ്യത്തെ അദ്ദേഹം നോക്കി. കാവേരി നദിയിലെ വെള്ളം നിലാവിൽ വെള്ളിരേഖ പോലെ തിളങ്ങുന്നു. ഇതെന്റെ മണ്ണാണ്, ഈ മണ്ണിനെ ഞാൻ ലോകത്തിന്റെ നെറുകയിലെത്തിക്കും. ആ വാക്കുകൾ കാറ്റിൽ അലിഞ്ഞു ചേർന്നു. അദ്ദേഹം തന്റെ രാജ്യത്തെ വെറുമൊരു മണ്ണായിട്ടല്ല, മറിച്ച് തന്റെ ജീവന്റെ ഭാഗമായിട്ടാണ് കണ്ടത്. ഓരോ മണൽത്തരിയും ഓരോ സൈനികനാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അടുത്ത പ്രഭാതമുദിച്ചത് വെറുമൊരു രാജാവിനെയല്ല, ഒരു മഹാവിപ്ലവകാരിയെ കൂടി മൈസൂരിന് നൽകിക്കൊണ്ടായിരുന്നു. ടിപ്പുവിന് ഭരിക്കുക എന്നാൽ വെറുതെ ആജ്ഞാപിക്കുക എന്നതായിരുന്നില്ല അർത്ഥം. അദ്ദേഹം തന്റെ കൊട്ടാരത്തിലെ ഇടുങ്ങിയ മുറികളിലിരുന്ന് വലിയ സ്വപ്നങ്ങൾ നെയ്തു. പഴയ നിയമങ്ങൾ പൊളിച്ചെഴുതാൻ അദ്ദേഹം തീരുമാനിച്ചു. തന്റെ രാജ്യത്തെ ഒരു ആധുനിക ശക്തിയാക്കി മാറ്റണമെന്ന വാശി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ ഭരണ സംവിധാനത്തെ 7 വകുപ്പുകളായി തിരിച്ചു. ഓരോന്നിനും കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ നൽകി. കൊട്ടാരത്തിന്റെ ഇടനാഴികളിൽ ഉദ്യോഗസ്ഥർ ഫയലുകളുമായി ഓടി നടക്കുന്നത് ടിപ്പു കൗതുകത്തോടെ നോക്കി നിന്നു. ഭരണത്തിൽ കൃത്യതയും വേഗതയും അദ്ദേഹം നിർബന്ധമാക്കി. ഒരു ദിവസം വൈകുന്നേരം കൊട്ടാരത്തിന്റെ പൂമുഖത്തിരുന്ന് അദ്ദേഹം തന്റെ മന്ത്രിമാരോട് സംസാരിക്കുകയായിരുന്നു. ചുറ്റും മുല്ലപ്പൂക്കളുടെ മണം പടർന്നിരുന്നു. ടിപ്പു തന്റെ കയ്യിലിരുന്ന ഒരു പട്ടുനൂലെടുത്തു കാട്ടി. നമ്മുടെ മണ്ണിൽ വിദേശികൾ വരുന്നത് വ്യാപാരത്തിനാണ്, പക്ഷേ നമ്മൾ എന്തുകൊണ്ട് സ്വന്തമായി വ്യാപാരം നടത്തിക്കൂടാ? അദ്ദേഹം ചോദിച്ചു. അങ്ങനെയാണ് മൈസൂരിൽ പട്ടുനൂൽ വ്യവസായത്തിന്റെ വിത്തുകൾ പാകിയത്. ചൈനയിൽ നിന്നും പേർഷ്യയിൽ നിന്നും വിദഗ്ധരെ വരുത്തി അദ്ദേഹം തന്റെ ജനങ്ങളെ പട്ടുനൂൽ നിർമ്മാണം പഠിപ്പിച്ചു. ഗ്രാമങ്ങളിൽ തറികൾ ശബ്ദിക്കാൻ തുടങ്ങി. ഓരോ തറിയിൽ നിന്നും പുറത്തുവന്നത് വെറുമൊരു തുണിയായിരുന്നില്ല, മൈസൂരിന്റെ ആത്മാഭിമാനമായിരുന്നു. ചന്തകളിൽ മൈസൂർ പട്ടിന്റെ ഗന്ധം നിറഞ്ഞു. ആളുകൾ സന്തോഷത്തോടെ ജോലി ചെയ്തു. ടിപ്പു ഇത് ദൂരെ നിന്ന് നോക്കിക്കണ്ടു. തന്റെ പ്രജകളുടെ മുഖത്തെ പുഞ്ചിരി അദ്ദേഹത്തിന് വലിയ ആശ്വാസം നൽകി. അദ്ദേഹം നേരിട്ട് ഗ്രാമങ്ങൾ സന്ദർശിച്ചു. നെയ്ത്തുകാരുടെ പ്രശ്നങ്ങൾ കേട്ടു. രാജാവ് തങ്ങളുടെ അരികിലിരിക്കുന്നത് കണ്ട് ജനങ്ങൾ അത്ഭുതപ്പെട്ടു. ഭരണപരിഷ്കാരങ്ങൾ വെറുമൊരു ഉത്തരവായിരുന്നില്ല ടിപ്പുവിന്. അദ്ദേഹം ഭൂമി അളന്നു തിട്ടപ്പെടുത്തി. കർഷകർക്ക് അർഹമായ വിഹിതം ഉറപ്പാക്കി. അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ അദ്ദേഹം വെറുതെ വിട്ടില്ല. കർഷകൻ രാജ്യത്തിന്റെ നട്ടെല്ലാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഓരോ രാത്രിയും അദ്ദേഹം ദീർഘനേരം കത്തുകൾ എഴുതുമായിരുന്നു. പേർഷ്യയിലെ രാജാവിനും തുർക്കിയിലെ സുൽത്താനും ഫ്രാൻസിലെ ചക്രവർത്തിക്കും അദ്ദേഹം സന്ദേശങ്ങൾ അയച്ചു. വിദേശ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം ഒരു വലിയ നയതന്ത്രജ്ഞനായിരുന്നു. ലോകം മുഴുവൻ തന്റെ സുഹൃത്തുക്കളെ തിരഞ്ഞു. അദ്ദേഹം ഒരു ബാങ്കിംഗ് സംവിധാനം വരെ രൂപീകരിച്ചു. നാണയങ്ങളിൽ കടുവയുടെ ചിത്രം പതിപ്പിച്ചു. മൈസൂർ പണം അറബിക്കടലിനപ്പുറമുള്ള നാടുകളിൽ പോലും വിശ്വസ്തതയുടെ അടയാളമായി മാറി. ഒരിക്കൽ തന്റെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ ഉലാത്തുമ്പോൾ ടിപ്പു ഒരു ചെറിയ ചെടി ശ്രദ്ധിച്ചു. അത് വാടി നിൽക്കുകയായിരുന്നു. അദ്ദേഹം അരികിൽ ചെന്ന് അതിന് വെള്ളമൊഴിച്ചു. ഒരു രാജ്യം ആ ചെടി പോലെയാണെന്ന് അദ്ദേഹം ചിന്തിച്ചു. സ്നേഹവും കരുതലും നൽകിയാൽ മാത്രമേ അത് വളരുകയുള്ളൂ. നിയമങ്ങൾ കഠിനമായിരുന്നെങ്കിലും ജനങ്ങളുടെ വേദനകൾ കേൾക്കാൻ അദ്ദേഹം എപ്പോഴും തയ്യാറായിരുന്നു. തന്റെ രാജ്യത്ത് മദ്യവും ലഹരിയും അദ്ദേഹം പൂർണ്ണമായും നിരോധിച്ചു. ജനങ്ങളുടെ ആരോഗ്യം സാമ്രാജ്യത്തിന്റെ കരുത്താണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇതിലൂടെ ലഭിക്കുന്ന വരുമാനത്തേക്കാൾ ജനങ്ങളുടെ ജീവിതത്തിനാണ് അദ്ദേഹം വില നൽകിയത്. രാത്രിയിൽ വേഷം മാറി തെരുവുകളിലൂടെ സഞ്ചരിച്ച് ജനങ്ങളുടെ അവസ്ഥ അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കി. വിളക്കുകൾ അണഞ്ഞ വീടുകൾക്ക് മുന്നിൽ അദ്ദേഹം നിശബ്ദനായി നിന്നു. അവിടെയുള്ളവരുടെ കഷ്ടപ്പാടുകൾ തിരിച്ചറിഞ്ഞു. സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കൊപ്പം ടിപ്പു തന്റെ സൈന്യത്തെയും നവീകരിച്ചു. പഴയ രീതിയിലുള്ള യുദ്ധമുറകൾ മാറണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം ഫ്രഞ്ച് സൈനിക ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി. മൈസൂർ സൈന്യത്തിന് യൂറോപ്യൻ മാതൃകയിലുള്ള പരിശീലനം നൽകി. തോക്കുകളും പീരങ്കികളും നിർമ്മിക്കുന്ന വലിയ ശാലകൾ അദ്ദേഹം സ്ഥാപിച്ചു. ഇരുമ്പുരുക്കുന്ന ചൂളകളിൽ നിന്ന് അഗ്നിനാളങ്ങൾ ഉയരുന്നത് കണ്ട് ടിപ്പു അഭിമാനത്തോടെ നിന്നു. ആ തീപ്പൊരികൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പ്രതിഫലിച്ചു. ശത്രുക്കൾക്ക് മുൻപിൽ പതറാത്ത ഒരു ഉരുക്ക് കോട്ടയായി മൈസൂർ മാറുകയായിരുന്നു. അദ്ദേഹം സ്വന്തമായി ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്തു. ലണ്ടനിലെ മ്യൂസിയങ്ങളിൽ ഇന്നും കാണപ്പെടുന്ന ആ അത്ഭുത ആയുധങ്ങളുടെ ജന്മം മൈസൂരിലെ ആ ചൂടുള്ള പണിശാലകളിലായിരുന്നു. എങ്കിലും ഏകാന്തതയുടെ നിമിഷങ്ങളിൽ അദ്ദേഹം വീണ്ടും കാവേരിയുടെ തീരത്തെത്തുമായിരുന്നു. നദിയിലെ തണുത്ത കാറ്റ് കൊള്ളുമ്പോൾ അദ്ദേഹം തന്റെ അച്ഛനെ ഓർത്തു. ഹൈദരലി അരികിലുണ്ടായിരുന്നെങ്കിലെന്ന് അദ്ദേഹം ഒരു നിമിഷം ആഗ്രഹിച്ചു. തന്റെ തീരുമാനങ്ങൾ ശരിയാണോ എന്ന് അദ്ദേഹം സ്വയം ചോദിച്ചു. ഭരണാധികാരി എന്ന നിലയിൽ എടുക്കേണ്ടി വന്ന കഠിനമായ തീരുമാനങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭാരമായി. പക്ഷേ ഒഴുക്ക് നിർത്താത്ത നദിയെപ്പോലെ തനിക്കും മുന്നോട്ടു പോയേ തീരൂ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു.
നദിയിലെ ഓളങ്ങൾ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ തൊട്ടു വന്ദിച്ചു. രാത്രിയിലെ നദിയുടെ ശബ്ദം അദ്ദേഹത്തിന് പുതിയ ഉത്തരങ്ങൾ നൽകി. ഓരോ തുള്ളി വെള്ളവും പുതിയൊരു സാധ്യതയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മൈസൂരിലെ ചന്തകൾ അന്ന് സജീവമായിരുന്നു. സുഗന്ധവ്യഞ്ജനങ്ങളുടെയും പട്ടുതുണികളുടെയും ഗന്ധം വായുവിൽ നിറഞ്ഞുനിന്നു. വിദേശ കപ്പലുകൾ മൈസൂരിലെ തുറമുഖങ്ങളിൽ അടുക്കാൻ തുടങ്ങി. ടിപ്പു സ്വന്തമായൊരു നാവികപ്പടയുണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. കടൽ കടന്നുവരുന്ന ശത്രുവിനെ കടലിൽ വെച്ച് തന്നെ തടയണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അദ്ദേഹം കപ്പൽ നിർമ്മാണശാലകൾക്ക് ഉത്തരവിട്ടു. മരത്തച്ഛന്മാർ വലിയ തേക്ക് തടികൾ ചെത്തിമിനുക്കുന്നത് ടിപ്പു നിശബ്ദമായി നോക്കി നിന്നു. ഓരോ കപ്പലും മൈസൂരിന്റെ കരുത്തിന്റെ പ്രതീകമായിരുന്നു. തന്റെ സൈനികർക്കായി അദ്ദേഹം പുതിയ പടച്ചട്ടകൾ രൂപകൽപ്പന ചെയ്തു. കടുവയുടെ വരകൾ ആ പടച്ചട്ടകളിൽ തിളങ്ങി. രാത്രികൾ നീളുമ്പോൾ തന്റെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾക്കിടയിൽ ടിപ്പു സമയം ചെലവഴിച്ചു. ലോകചരിത്രവും ശാസ്ത്രവും അദ്ദേഹം പഠിച്ചു. വിജ്ഞാനമെന്നത് ആയുധത്തേക്കാൾ മൂർച്ചയുള്ളതാണെന്ന് അദ്ദേഹം തന്റെ മന്ത്രിമാരോട് പറയുമായിരുന്നു. ഒരു വശത്ത് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുമ്പോഴും മറുവശത്ത് കലയും സംസ്കാരവും മൈസൂരിൽ തഴച്ചു വളർന്നു. ദേവാലയങ്ങൾക്കും പള്ളികൾക്കും അദ്ദേഹം തുല്യമായി ധനസഹായം നൽകി. മതമെന്നത് മനുഷ്യരെ ഭിന്നിപ്പിക്കാനല്ല, ഒന്നിപ്പിക്കാനാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ശൃംഗേരി മഠത്തിലെ സ്വാമികൾക്ക് അദ്ദേഹം അയച്ച കത്തുകൾ ഇന്നും ആ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും തെളിവായി നിലനിൽക്കുന്നു. കാലം അതിന്റെ പ്രയാണം തുടരുകയായിരുന്നു. മൈസൂർ ഒരു വമ്പൻ ശക്തിയായി മാറുന്നത് ബ്രിട്ടീഷുകാർ ഭയത്തോടെയാണ് നോക്കിക്കണ്ടത്. ടിപ്പുവിന്റെ വളർച്ച തങ്ങളുടെ അന്ത്യമായിരിക്കുമെന്ന് അവർ മനസ്സിലാക്കി. ചാരന്മാർ വേഷം മാറി മൈസൂരിലെ തെരുവുകളിൽ അലഞ്ഞുതിരിഞ്ഞു. അവർ കണ്ടത് തളരാത്ത ഒരു ഭരണാധികാരിയെയും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു ജനതയെയുമാണ്. ടിപ്പുവിനെ തകർക്കാൻ അവർ തന്ത്രങ്ങൾ മെനഞ്ഞു. കരാറുകൾ ലംഘിക്കാനും സഖ്യങ്ങൾ തകർക്കാനും അവർ ശ്രമിച്ചു. പക്ഷേ സുൽത്താൻ ഇതൊന്നും അറിഞ്ഞില്ലെന്ന് കരുതി ബ്രിട്ടീഷുകാർ തെറ്റിദ്ധരിച്ചു. അദ്ദേഹം അവരുടെ ഓരോ നീക്കവും നിശബ്ദമായി നിരീക്ഷിക്കുകയായിരുന്നു. ഒരു സായാഹ്നം പടിഞ്ഞാറൻ ആകാശം ചുവന്നു തുടുക്കുമ്പോൾ ടിപ്പു തന്റെ കൊട്ടാരത്തിന്റെ ഉന്നതങ്ങളിൽ നിന്നു. കാവേരി നദി രക്തനിറത്തിൽ തിളങ്ങുന്നതായി അദ്ദേഹത്തിന് തോന്നി. അതൊരു സൂചനയായിരുന്നു. വരാനിരിക്കുന്ന വലിയ യുദ്ധങ്ങളുടെ സൂചന. സമാധാനത്തിന്റെ ദിവസങ്ങൾ അവസാനിക്കാറായി. ശത്രുക്കൾ വാളുകൾ മൂർച്ച കൂട്ടുകയാണ്. പക്ഷേ മൈസൂരിന്റെ കടുവ ഭയപ്പെട്ടില്ല. അദ്ദേഹം തന്റെ വിരലുകൾ വാളിന്റെ പിടിയിൽ അമർത്തി. നഗരത്തിലെ വിളക്കുകൾ ഒന്നൊന്നായി തെളിയാൻ തുടങ്ങി. ഓരോ വിളക്കും ഓരോ പ്രത്യാശയുടെ വെളിച്ചമായിരുന്നു. സുൽത്താൻ തന്റെ കൊട്ടാരത്തിന്റെ ജനാലക്കിലൂടെ നഗരത്തിലേക്ക് നോക്കി. അവിടെ ജനങ്ങൾ സമാധാനമായി ഉറങ്ങുന്നു. അവരുടെ ഉറക്കം സംരക്ഷിക്കേണ്ടത് തന്റെ കടമയാണെന്ന് അദ്ദേഹം ഓർത്തു. അന്ന് രാത്രി ടിപ്പു തന്റെ ഡയറിയിൽ ചില വരികൾ കുറിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ചും തന്റെ ജനതയുടെ ഭാവിയെക്കുറിച്ചുമുള്ള ചിന്തകളായിരുന്നു അവ. പുറത്ത് കാറ്റ് ശക്തമായി വീശുകയായിരുന്നു. പന്തങ്ങളിലെ വിളക്കുകൾ വല്ലാതെ ആടിയുലച്ചു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ കാത്തിരിക്കുകയാണെന്ന് ആ കടുവ അറിഞ്ഞു. ശാന്തമായ കാവേരി പോലും ആ രാത്രിയിൽ ഒരു വന്യമായ ഭാവം കൈക്കൊണ്ടു. നദിയുടെ ഒഴുക്ക് വേഗത്തിലായി. ചരിത്രത്തിന്റെ പുതിയൊരു അധ്യായം കുറിക്കാൻ പ്രകൃതിയും ഒരുങ്ങുകയായിരുന്നു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ശ്രീരംഗപട്ടണത്തിലെ പണിശാലകളിൽ നിന്ന് തീപ്പൊരികൾ ആകാശത്തേക്കുയരുന്നത് കാണാമായിരുന്നു. കറുത്ത ഇരുമ്പുപാളികൾ ഭീമാകാരമായ കൂടം കൊണ്ട് അടിച്ചു പരത്തുന്ന ശബ്ദം ആ നിശബ്ദതയിൽ താളാത്മകമായ ഒരു യുദ്ധസംഗീതം പോലെ മുഴങ്ങി. ടിപ്പു സുൽത്താൻ തന്റെ അങ്കി തെറുത്തുവച്ച് ആ കനത്ത പുകമറയ്ക്കുള്ളിൽ നിന്നു. അദ്ദേഹം നോക്കിക്കണ്ടത് വെറുമൊരായുധത്തെയല്ല, മറിച്ച് തന്റെ സാമ്രാജ്യത്തിന്റെ ഭാവിയെയായിരുന്നു. ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത ഒന്നായിരുന്നു അത്. മുളങ്കോലുകൾക്ക് പകരം ഇരുമ്പ് കുഴലുകളിൽ നിറച്ച വെടിമരുന്ന്. ലോക ചരിത്രത്തെ മാറ്റിമറിക്കാൻ പോകുന്ന മൈസൂർ റോക്കറ്റുകൾ. ഒരു ശില്പി കല്ല് ചെത്തി മിനുക്കുന്നതുപോലെ ടിപ്പു ആ ഇരുമ്പ് കുഴലുകളെ തൊട്ടുനോക്കി. ആ ലോഹത്തിന്റെ തണുപ്പിൽ തന്റെ ജനതയുടെ സുരക്ഷ അദ്ദേഹം ദർശിച്ചു. ഇരുമ്പിന്റെ കരുത്തും തീയുടെ വേഗതയും. ഇത് നമ്മുടെ ശത്രുക്കളെ ഭയപ്പെടുത്തും, അദ്ദേഹം പതുക്കെ മന്ത്രിച്ചു. പണിശാലയിലെ ചൂളകളിൽ നിന്ന് പുറത്തുവരുന്ന ചുവന്ന വെളിച്ചം സുൽത്താന്റെ മുഖത്ത് ഒരു ജ്വാല പോലെ പ്രതിഫലിച്ചു. പുറത്ത് കാവേരി നദി ശാന്തമായി ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ ആ പണിശാലയ്ക്കുള്ളിൽ ഒരു കൊടുങ്കാറ്റ് രൂപപ്പെടുകയായിരുന്നു. കറുത്ത വെടിമരുന്നിന്റെയും ഉരുകിയ ലോഹത്തിന്റെയും ഗന്ധം വായുവിൽ നിറഞ്ഞു. ഓരോ റോക്കറ്റിലും മൈസൂരിന്റെ മുദ്രയായ കടുവയുടെ രൂപം പതിപ്പിച്ചിരുന്നു. അതൊരു പോരാട്ടത്തിന്റെ അടയാളമായിരുന്നു. അടങ്ങാത്ത ഒരു ജനതയുടെ ആത്മവീര്യത്തിന്റെ അടയാളം. ഓരോ റോക്കറ്റും നിർമ്മിക്കുമ്പോഴും അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ സുൽത്താൻ നേരിട്ട് ചർച്ച ചെയ്തു. വെടിമരുന്നിന്റെ കൃത്യമായ അളവും ഇരുമ്പ് കുഴലുകളുടെ ഭാരവും അദ്ദേഹം തൂക്കിനോക്കി. അദ്ദേഹത്തിന്റെ ശാസ്ത്രീയമായ ജിജ്ഞാസയാണ് ഈ ആയുധത്തെ ലോകത്തിലെ തന്നെ ആദ്യത്തെ കരുത്തുറ്റ റോക്കറ്റാക്കി മാറ്റിയത്. 1780 ആണ്ട് പൊള്ളിലൂർ എന്ന ഗ്രാമം ചരിത്രത്തിന്റെ താളുകളിൽ രക്തം കൊണ്ട് എഴുതപ്പെടാൻ പോകുകയായിരുന്നു. യുദ്ധത്തിനു മുൻപുള്ള ആ രാത്രി വല്ലാത്തൊരു ഭാരമുള്ളതായിരുന്നു. കാറ്റുപോലും വീശാൻ ഭയപ്പെടുന്നതുപോലെ തോന്നി.
ചതുപ്പ് നിലങ്ങളിൽ തവളകൾ കരയുന്ന ശബ്ദം മാത്രം. ബ്രിട്ടീഷ് ജനറൽ വില്യം ബെയ്ലി തന്റെ സൈന്യത്തോടൊപ്പം ആ ഇരുട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. തങ്ങൾ സുരക്ഷിതരാണെന്നവർ കരുതി. അവരുടെ ക്യാമ്പുകളിൽ പന്തങ്ങൾ മന്ദമായി എരിഞ്ഞു. എന്നാൽ ദൂരെ കുന്നിൻമുകളിൽ ടിപ്പുവിന്റെ സൈന്യം നിശബ്ദരായി കാത്തിരുന്നു. സുൽത്താൻ തന്റെ കുതിരപ്പുറത്തിരുന്ന ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി. പ്രകൃതി പോലും ശ്വാസമടക്കിപ്പിടിച്ചു നിൽക്കുന്ന നിമിഷം. പെട്ടെന്ന് ആകാശത്തൊരു വലിയ വിള്ളലുണ്ടായി. നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ടൊരു ഗർജനം മുഴങ്ങി. നക്ഷത്രങ്ങൾക്കിടയിലൂടെ ചുവന്ന വാലുകളുള്ള അഗ്നിഗോളങ്ങൾ പാഞ്ഞുവന്നു. അത് മൈസൂർ റോക്കറ്റുകളായിരുന്നു. ആകാശത്തുനിന്ന് ഇരുമ്പ് മഴ പെയ്യുന്നതുപോലെ തോന്നി. ബ്രിട്ടീഷ് സൈന്യത്തിനു മുകളിൽ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചു. സ്ഫോടനങ്ങൾ ഒന്നൊന്നായി മുഴങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങി. കുതിരകൾ ഭയന്ന് ചിതറി ഓടി. ബ്രിട്ടീഷ് സൈനികർക്ക് എവിടെ നിന്നാണ് ഈ ആക്രമണം ഉണ്ടാകുന്നതെന്ന് മനസ്സിലായില്ല. പുകമറയ്ക്കുള്ളിൽ വെളിച്ചം മിന്നിമറിഞ്ഞു. ഇരുമ്പ് കുഴലുകൾ പൊട്ടിത്തെറിക്കുമ്പോൾ ചുറ്റും തീ പടർന്നു. പരിക്കേറ്റവരുടെ നിലവിളികൾ ആ പുകമറയ്ക്കുള്ളിൽ അലിഞ്ഞു ചേർന്നു. ടിപ്പു തന്റെ കുതിരപ്പുറത്തിരുന്ന ആ കാഴ്ച നോക്കി നിന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് ഭാവഭേദങ്ങളില്ലായിരുന്നു. പക്ഷേ ഉള്ളിൽ തന്റെ കഠിനാധ്വാനം വിജയിച്ചതിന്റെ ഒരു നിശബ്ദമായ തൃപ്തിയുണ്ടായിരുന്നു. പുകപടലങ്ങൾക്കിടയിലൂടെ അദ്ദേഹം തന്റെ സൈന്യത്തെ മുന്നോട്ട് നയിച്ചു. ആ രാത്രിയിൽ പൊള്ളിലൂരിലെ മണ്ണ് മൈസൂരിന്റെ കരുത്ത് തൊട്ടറിഞ്ഞു. യുദ്ധം കഴിഞ്ഞ് അന്തരീക്ഷത്തിൽ വെടിമരുന്നിന്റെ നീറ്റുന്ന ഗന്ധം മാത്രം ബാക്കിയായി. മരിച്ചു വീണവരുടെ ശരീരങ്ങൾക്ക് മുകളിലൂടെ തണുത്ത കാറ്റു വീശി. ദൂരെ എവിടെയോ ഒരു സൈനികൻ തന്റെ മുറിവേറ്റ കാലുമായി വെള്ളത്തിനായി കേണു. പരിക്കേറ്റ ഒരു ബ്രിട്ടീഷ് സൈനികൻ ടിപ്പുവിന്റെ കുതിരയുടെ ചുവടൊച്ച കേട്ട് കണ്ണുകൾ തുറന്നു. ടിപ്പു തന്റെ കുതിരയെ പതുക്കെ നടത്തി ആ യുദ്ധഭൂമിയിലൂടെ സഞ്ചരിച്ചു. ആയുധങ്ങൾ ചിതറിക്കിടക്കുന്നു. തകർന്നു വീണ പീരങ്കികൾ. മനുഷ്യന്റെ അഹങ്കാരം ആ മണ്ണിൽ പൊടിപിടിച്ചു കിടന്നു. ടിപ്പു ആകാശം നോക്കി. പുകപടലങ്ങൾക്കിടയിലൂടെ ചന്ദ്രൻ മെല്ലെ പുറത്തുവന്നു. പ്രകൃതി വീണ്ടും നിശബ്ദമായി. യുദ്ധത്തിന്റെ ഗർജനങ്ങൾ കാവേരിയുടെ ഓളങ്ങളിൽ അലിഞ്ഞു ചേർന്നു. ആ നിശബ്ദതയിൽ ടിപ്പു ഒരു കാര്യം മനസ്സിലാക്കി. വിജയമെന്നത് മധുരമുള്ളതാണെങ്കിലും അതിന്റെ വില വളരെ വലുതാണ്. യുദ്ധഭൂമിയിലെ ആ വിജയം മൈസൂരിന്റെ ഖ്യാതി കടൽ കടന്ന് യൂറോപ്പിലെത്തിച്ചു. ബ്രിട്ടീഷ് പാർലമെന്റിൽ പോലും മൈസൂർ റോക്കറ്റുകളെക്കുറിച്ചുള്ള ഭീതി പടർന്നു. കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തിയ സുൽത്താൻ തന്റെ പ്രിയപ്പെട്ട ഒരു യന്ത്രപാവയ്ക്കരികിലെത്തി. ടിപ്പുവിന്റെ കടുവ. അതൊരു മരത്തിൽ തീർത്ത അദ്ഭുത യന്ത്രമായിരുന്നു. ഒരു കടുവ ബ്രിട്ടീഷ് സൈനികനെ ആക്രമിക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഒന്ന്. ഒരു ലിവർ തിരിക്കുമ്പോൾ ആ മരക്കടുവ വന്യമായി ഗർജിക്കും. താഴെയുള്ള സൈനികൻ ദയനീയമായി നിലവിളിക്കും. ടിപ്പു ആ യന്ത്രം നോക്കി പുഞ്ചിരിച്ചു. അദ്ദേഹത്തിന് കടുവകളോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. ഒരാടിനെപ്പോലെ 100 കൊല്ലം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കടുവയായി ഒരു ദിവസം ജീവിക്കുന്നതാണ്, അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ആ വാക്കുകൾ വെറുമൊരു അലങ്കാരമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഓരോ ശ്വാസത്തിലും ആ വീര്യമുണ്ടായിരുന്നു. ആ യന്ത്രപാവ വെറുമൊരു കളിപ്പാട്ടമായിരുന്നില്ല. ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ കടുത്ത പ്രതിഷേധത്തിന്റെ പ്രതീകമായിരുന്നു. കൊട്ടാരത്തിന്റെ നിശബ്ദമായ രാത്രികളിൽ ആ യന്ത്രത്തിന്റെ ഗർജനം ടിപ്പുവിനെ വരാനിരിക്കുന്ന പോരാട്ടങ്ങൾക്ക് സജ്ജനാക്കി. ശ്രീരംഗപട്ടണത്തിലെ കോട്ടയ്ക്കുള്ളിൽ കടുവയുടെ രൂപങ്ങൾ എല്ലായിടത്തുമുണ്ടായിരുന്നു. വാളുകളുടെ പിടിയിൽ കടുവയുടെ നഖങ്ങൾ കുത്തിവച്ചിരുന്നു. സിംഹാസനത്തിന്റെ കാലുകളിൽ കടുവയുടെ പാദങ്ങൾ. സൈനികരുടെ വസ്ത്രങ്ങളിൽ കടുവയുടെ വരകൾ. കടുവ എന്നത് ടിപ്പുവിനെ സംബന്ധിച്ച് ധൈര്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും അടയാളമായിരുന്നു. തന്റെ സാമ്രാജ്യം ഒരിക്കലും ആരുടെയും മുന്നിൽ തലകുണിക്കില്ലെന്ന് അദ്ദേഹം ആ ചിഹ്നത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. കൊട്ടാരത്തിന്റെ വരാന്തകളിൽ ഉലാത്തുമ്പോൾ തന്റെ നിഴലൊരു കടുവയെപ്പോലെ ചുവരുകളിൽ പതിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. ആ നിമിഷങ്ങളിൽ അദ്ദേഹം കൂടുതൽ കരുത്തനായി മാറി. കടുവയുടെ കണ്ണുകൾ പോലെ തീക്ഷ്ണമായിരുന്നു അദ്ദേഹത്തിന്റെ നയതന്ത്ര നീക്കങ്ങൾ. അദ്ദേഹം ഒരു കടുവയെപ്പോലെ കാത്തിരുന്നു, ശരിയായ നിമിഷത്തിനു വേണ്ടി. റോക്കറ്റുകളുടെ വിജയം ടിപ്പുവിനെ ലോകപ്രശസ്തനാക്കി. ഫ്രഞ്ച് ശാസ്ത്രജ്ഞർ പോലും മൈസൂർ സാങ്കേതികവിദ്യ കണ്ട് അത്ഭുതപ്പെട്ടു. ടിപ്പു പുതിയ ഗ്രന്ഥങ്ങൾ രചിക്കാൻ ഉത്തരവിട്ടു. യുദ്ധതന്ത്രങ്ങളും ശാസ്ത്രവും എങ്ങനെ സമന്വയിപ്പിക്കാമെന്ന് അദ്ദേഹം ചിന്തിച്ചു. തന്റെ ഓരോ സൈനികനും ഒരു കടുവയെപ്പോലെ പോരാടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ യുദ്ധത്തിനിടവേള കിട്ടുമ്പോൾ അദ്ദേഹം തന്റെ പൂന്തോട്ടത്തിൽ പക്ഷികൾക്ക് തീറ്റ നൽകുന്നത് കാണാമായിരുന്നു. കഠിനമായ പടച്ചട്ടയ്ക്കുള്ളിൽ ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയും അദ്ദേഹം കാത്തുസൂക്ഷിച്ചു. കൊട്ടാരത്തിലെ തോട്ടങ്ങളിൽ പുതിയ തരം ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തി. പൂക്കളുടെ ഗന്ധം ആസ്വദിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ചെവികൾ അതിർത്തിയിലെ പീരങ്കി മുഴക്കങ്ങൾക്കായി ജാഗ്രത പാലിച്ചു. ഒരു രാത്രി
കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലിരുന്ന് അദ്ദേഹം ദൂരെ കത്തുന്ന പന്തങ്ങൾ നോക്കി. തന്റെ സൈന്യം അതിർത്തികളിൽ ജാഗ്രതയോടെ കാവൽ നിൽക്കുകയാണ്. കാവേരി നദി ആ രാത്രിയിൽ ഒരു സംഗീതം പോലെ ഒഴുകി. റോക്കറ്റുകൾ നൽകിയ ആ ആവേശം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇപ്പോഴുമുണ്ട്. ഓരോ റോക്കറ്റും ഒരു വിപ്ലവമായിരുന്നു. പക്ഷേ ശത്രുക്കൾ അടങ്ങില്ലെന്ന് അദ്ദേഹത്തിനറിയാം. മുറിവേറ്റ ബ്രിട്ടീഷ് സൈന്യം കൂടുതൽ ശക്തിയോടെ തിരിച്ചുവരും. നക്ഷത്രങ്ങൾ താഴേക്ക് നോക്കി ചിരിച്ചു. താൻ വികസിപ്പിച്ചെടുത്ത ഓരോ റോക്കറ്റും തന്റെ രാജ്യത്തെ സംരക്ഷിക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അദ്ദേഹം തന്റെ കവശമുള്ള ഒരു ഭാപടം മെല്ലെ മടക്കി. അതിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളും അദ്ദേഹം അടയാളപ്പെടുത്തിയിരുന്നു. തന്റെ റോക്കറ്റുകൾക്ക് കടൽ കടക്കാൻ കഴിയുമെന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു. ടിപ്പു തന്റെ വാൾ കയ്യിലെടുത്തു. കടുവയുടെ തലകുത്തിയ ആ വാളിന്റെ പിടിയിൽ അദ്ദേഹം വിരലുകൾ അമർത്തി. അതിന്റെ തിളക്കം ആ പന്തവെളിച്ചത്തിൽ ഒരു ഇടിമിന്നൽ പോലെ മിന്നി. വരാനിരിക്കുന്ന പോരാട്ടങ്ങൾ ഇതിലും കഠിനമായിരിക്കും. ബ്രിട്ടീഷ് സാമ്രാജ്യം തന്നെ നേരെ വരികയാണ്. അവർ തന്നെ വലയാൻ തന്ത്രങ്ങൾ മെനയുകയാണ്. പക്ഷേ മൈസൂരിന്റെ കടുവ തന്റെ ഗുഹയിൽ തയ്യാറായി കഴിഞ്ഞു. പുകമറകൾക്കിടയിൽ നിന്ന് പുതിയ റോക്കറ്റുകൾ ആകാശത്തേക്കുയരാൻ കാത്തുനിൽക്കുന്നു. കാവേരിയിലെ ഓരോ തിരമാലയും അദ്ദേഹത്തിന് കരുത്ത് നൽകി. നദിയിലെ ജലം കോട്ടമതിലിനെ തഴുകുമ്പോൾ സുൽത്താൻ തന്റെ സിംഹാസനത്തിലേക്ക് മടങ്ങി. അവിടെ അദ്ദേഹം തന്റെ പുതിയ യുദ്ധതന്ത്രങ്ങൾ കുറിച്ചു. അന്തരീക്ഷം ശാന്തമായി. ദൂരെ കാട്ടിലൊരു യഥാർത്ഥ കടുവയുടെ ഗർജനം കേൾക്കാം. അതൊരു മറുപടിയായിരുന്നു. സുൽത്താന്റെ ഉള്ളിലെ ആവേശത്തിന് പ്രകൃതി നൽകിയ മറുപടി. കാവേരിയുടെ തീരത്ത് മണൽത്തരികൾക്കിടയിലൂടെ കാറ്റ് വീശിക്കൊണ്ടിരുന്നു. ചരിത്രം അതിന്റെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുന്നു. റോക്കറ്റുകളുടെ പുക ആകാശത്തലിഞ്ഞു ചേർന്നു. പക്ഷേ അതിന്റെ ചൂട് മൈസൂരിലെ ഓരോ പ്രജയുടെയും ഉള്ളിൽ ജ്വലിച്ചു നിന്നു. ബ്രിട്ടീഷുകാരുടെ തോക്കുകളെക്കാൾ തന്റെ ജനതയുടെ ധൈര്യത്തിന് ശക്തിയുണ്ടെന്ന് ടിപ്പു വിശ്വസിച്ചു. ആ രാത്രിയിൽ അദ്ദേഹം ശാന്തമായി ഉറങ്ങിയില്ല. വരാനിരിക്കുന്ന പ്രഭാതം ഒരു പുതിയ പോരാട്ടത്തിൻ്റെതാണെന്ന് അദ്ദേഹം അറിഞ്ഞു. മൈസൂരിലെ സമതലങ്ങളിലെ ചൂടിനപ്പുറം പടിഞ്ഞാറൻ മലനിരകളിൽ കാർമേഘങ്ങൾ കനം തൂങ്ങി നിൽക്കുന്ന ഒരു കാലമായിരുന്നു അത്. സഹ്യാദ്രിയുടെ താഴ്വരകളിൽ മഞ്ഞും മഴയും ഇടകലർന്നു പെയ്യുമ്പോൾ പ്രകൃതി വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ സൂചന നൽകുന്നതുപോലെ തോന്നി. ടിപ്പു സുൽത്താൻ തന്റെ കൊട്ടാരത്തിന്റെ ഉന്നതങ്ങളിൽ നിന്നു പടിഞ്ഞാറൻ ചത്രവാളത്തിലേക്ക് ദീർഘനേരം നോക്കി നിന്നു. കാവേരി നദി അന്ന് വല്ലാതെ കലങ്ങിമറിഞ്ഞാണ് ഒഴുകിയിരുന്നത്. നദിയിലെ ആ ചളിവെള്ളം പോലെ സുൽത്താന്റെ മനസ്സും അസ്വസ്ഥമായിരുന്നു. തിരുവിതാംകൂർ തന്റെ സാമ്രാജ്യത്തിന്റെ അതിർത്തിയിൽ ബ്രിട്ടീഷുകാരുടെ നിശബ്ദ പിന്തുണയോടെയും ആയുധബലത്തോടെയും വളരുന്ന ആ ചെറിയ രാജ്യം ടിപ്പുവിനെ സംബന്ധിച്ച് വെറുമൊരു ഭൂപ്രദേശമായിരുന്നില്ല. അതൊരു വലിയ വെല്ലുവിളിയായി മാറി തുടങ്ങിയിരുന്നു. ശത്രു തന്റെ വാതിൽപ്പടിക്കൽ വന്നു നിൽക്കുന്നത് ഒരു കടുവയ്ക്കും സഹിക്കാനാവില്ലായിരുന്നു. ശ്രീരംഗപട്ടണത്തെ രാത്രികളിൽ ഇപ്പോൾ പടച്ചട്ടകളുടെയും വാളുകളുടെയും ശബ്ദം പതിവിലും നേരത്തെ കേട്ടു തുടങ്ങി. പണിശാലകളിൽ ആയുധങ്ങൾ രാഗിമിനുക്കുന്ന ശബ്ദം അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. സുൽത്താൻ തന്റെ വിശ്വസ്തരായ ഉപദേശകരുമായി കൊട്ടാരത്തിന്റെ രഹസ്യമുറികളിൽ നീണ്ട ചർച്ചകൾ നടത്തി. പന്തങ്ങൾ എരിഞ്ഞു തീരുന്നതുവരെ ആ ചർച്ചകൾ നീണ്ടുപോയി. ശത്രുവിന്റെ ശത്രു നമ്മുടെ മിത്രമാണ്. പക്ഷേ ശത്രുവിന്റെ മിത്രം എന്നും നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണ്. അദ്ദേഹം തന്റെ ഗഹനമായ ശബ്ദത്തിൽ മന്ത്രിച്ചു. തന്റെ സാമ്രാജ്യത്തിന്റെ തെക്കൻ സുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ തിരുവിതാംകൂറിന്റെ അതിർത്തിയിലുള്ള നെടുങ്കോട്ട തകർക്കേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. വിളക്കിന്റെ വെളിച്ചത്തിൽ ഭൂപടങ്ങൾ വിടർത്തിവെച്ച് കാറ്റിൽ പാറുന്ന തന്റെ തലപ്പാവ് ശരിയാക്കി അദ്ദേഹം ആ വലിയ സൈനിക നീക്കത്തിനായി തയ്യാറെടുത്തു. ഓരോ രാത്രിയും അദ്ദേഹം ആ ഭൂപടങ്ങളിൽ വിരലോടിച്ചു. കാടുകളും നദികളും കടന്ന് തന്റെ സൈന്യം എങ്ങനെ നീങ്ങണമെന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു. 1790 ആണ്ട് രാത്രിയുടെ കറുത്ത പുതപ്പിനുള്ളിൽ മൈസൂർ സൈന്യം തിരുവിതാംകൂർ അതിർത്തിയിലേക്ക് നിശബ്ദമായി നീങ്ങി. കാട്ടിലെ ചീവീടുകളുടെ കരച്ചിൽ വായുവിൽ മുഴങ്ങുന്നു. മരങ്ങൾക്കിടയിലൂടെ നിലാവെളിച്ചം അരിച്ചിറങ്ങി ഭൂമിയിൽ വിചിത്രമായ നിഴലുകൾ തീർത്തു. ടിപ്പു തന്റെ കറുത്ത കുതിരപ്പുറത്ത് അതീവ ജാഗ്രതയോടെയിരുന്നു. കാട്ടിലെ ഓരോ ഇലയുടെ അനക്കവും അദ്ദേഹം ശ്രദ്ധിച്ചു. നെടുങ്കോട്ടയുടെ ഭീമാകാരമായ മതിലുകൾ ഇരുട്ടിലൊരു വലിയ മല പോലെ നിഴലിച്ചു നിന്നു. അതൊരു കോട്ടയായിരുന്നില്ല, മറിച്ച് മൈസൂരിനും തെക്കൻ കടലിനുമിടയിലുള്ള ഒരു വലിയ തടസ്സമായിരുന്നു. പെട്ടെന്ന് നിശബ്ദത വെടിയൊച്ചകൾക്ക് വഴിമാറി. ഇരുമ്പു റോക്കറ്റുകൾ കാടിനു മുകളിലൂടെ അഗ്നിപഥങ്ങൾ തീർത്ത് കുതിച്ചുയർന്നു. കോട്ടമതിലുകളിൽ വെടിമരുന്നു പുക പടർന്നു. പക്ഷേ ആ നിബിഡ വനങ്ങൾ മൈസൂർ സൈന്യത്തിന് പരിചിതമായിരുന്നില്ല. മരങ്ങൾക്കിടയിൽ പതിയിരുന്ന തിരുവിതാംകൂർ സൈന്യം സുൽത്താന്റെ പടയാളികൾക്ക് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തി. ആ ഇരുട്ടിൽ ശത്രുവിനെ കണ്ടെത്തുക അസാധ്യമായിരുന്നു.
യുദ്ധം കഴിഞ്ഞ് ആ രാത്രിയിൽ ടിപ്പു തന്റെ താവളത്തിൽ തിരിച്ചെത്തി. പന്തത്തിന്റെ മങ്ങിയ വെളിച്ചത്തിൽ തന്റെ വിശ്വസ്തരായ പോരാളികളുടെ വേദന കണ്ട് അദ്ദേഹം വികാരാധീനനായി. കോട്ട തകർക്കാൻ കഴിഞ്ഞില്ല എന്നതിനേക്കാൾ തന്റെ വിശ്വസ്തരായ പോരാളികൾ മണ്ണിൽ വീണത് അദ്ദേഹത്തെ തളർത്തി. അദ്ദേഹം തന്റെ തമ്പിൽ നിന്ന് പുറത്തുവന്ന് ആകാശത്തേക്ക് നോക്കി. ഒരു വെള്ളി നക്ഷത്രം താഴേക്ക് വീഴുന്നത് അദ്ദേഹം കണ്ടു. അതൊരു ദുസ്സൂചനയാണോ എന്ന് അദ്ദേഹം ഒരു നിമിഷം ചിന്തിച്ചു. ചുറ്റും പുകയുന്ന കനലുകൾക്കിടയിൽ കാറ്റുവീശി. ആ നിശബ്ദതയിൽ സുൽത്താൻ തന്റെ പരാജയം തികഞ്ഞ ഗൗരവത്തോടെ ഏറ്റുവാങ്ങി. തന്റെ കാലിലെ മുറിവിൽ നിന്ന് രക്തം ഇറ്റിട്ട് വീഴുന്നുണ്ടായിരുന്നു. പക്ഷേ മനസ്സിനേറ്റ മുറിവായിരുന്നു അതിലും വലുത്. എങ്കിലും അത് അവസാനമായിരുന്നില്ല, ഒരു വലിയ കൊടുങ്കാറ്റിന്റെ ആരംഭം മാത്രമായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പ്രകൃതി പോലും അന്ന് സുൽത്താന്റെ മൗനത്തിൽ പങ്കുചേർന്നു. തിരുവിതാംകൂർ ആക്രമണം ബ്രിട്ടീഷുകാർക്കൊരു വലിയ അവസരമായി മാറി. ലോർഡ് കോൺവാലിസിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സൈന്യം മൈസൂരിനെ എല്ലാ വശങ്ങളിൽ നിന്നും വലഞ്ഞു. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിന്റെ ഭീകരമായ കാഹളം കാവേരിയുടെ തീരത്തെത്തുമ്പോൾ സുൽത്താൻ തന്റെ സൈന്യത്തെ വീണ്ടും പുനഃസംഘടിപ്പിച്ചു. ബാംഗ്ലൂർ കോട്ട തകർന്ന കാര്യം കേട്ടപ്പോൾ ടിപ്പുവിന്റെ നെഞ്ചു പിടഞ്ഞു. തന്റെ ഓരോ കോട്ടയും ഓരോ സൈനികനാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഓരോ കോട്ടയുടെയും പതനം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ മുറിവുകളേൽപ്പിച്ചു. ഓരോ രാത്രിയും അദ്ദേഹം കോട്ടമതിലിലൂടെ നടന്നു. ദൂരെ ശത്രുവിന്റെ സൈന്യം തീർത്ത പന്ഥവെളിച്ചങ്ങൾ അദ്ദേഹം നോക്കി നിന്നു. നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ പന്ഥങ്ങൾ ഭൂമിയിൽ കത്തുന്നുണ്ടായിരുന്നു. ശ്രീരംഗപട്ടണം ഉപരോധിക്കപ്പെട്ടു. നഗരത്തിനു പുറത്ത് ബ്രിട്ടീഷ് സൈനികരുടെ ചുവന്ന വസ്ത്രങ്ങൾ ഒരു രക്തപ്പുഴ പോലെ കാണപ്പെട്ടു. കോട്ടയ്ക്കുള്ളിൽ ഭക്ഷണവും വെള്ളവും കുറഞ്ഞുവന്നു. പക്ഷേ ടിപ്പു തന്റെ ജനങ്ങളെ കൈവിട്ടില്ല. അദ്ദേഹം കൊട്ടാരത്തിലെ ആഡംബരങ്ങൾ ഓരോന്നായി ഉപേക്ഷിച്ചു. സ്വർണപാത്രങ്ങൾക്ക് പകരം മൺപാത്രങ്ങളിൽ അദ്ദേഹം ഭക്ഷണം കഴിച്ചു. സൈനികരോടൊപ്പം കിടങ്ങുകളിൽ അദ്ദേഹം ഉറങ്ങി. കാവേരി നദി കോട്ടയെ സംരക്ഷിച്ചുകൊണ്ട് ചുറ്റും ഒഴുകുന്നുണ്ടായിരുന്നു. ആ നദി തന്റെ അമ്മയെപ്പോലെ തന്നെ കാക്കും എന്ന് ടിപ്പു വിശ്വസിച്ചു. പക്ഷേ ഇത്തവണ ശത്രുക്കൾ കാവേരിയേക്കാൾ കരുത്തന്മാരായിരുന്നു. അവർ നദിയുടെ ഒഴുക്കിനെ പോലും തടയാൻ തക്കവണ്ണം ശക്തമായി നിലയുറപ്പിച്ചു. ഓരോ പീരങ്കിയുണ്ടയും കോട്ടമതിലിൽ വന്നിടിക്കുമ്പോൾ ടിപ്പു തന്റെ വാൾ മുറുകെ പിടിച്ചു. മരണം തൊട്ടടുത്തെന്നറിഞ്ഞിട്ടും ആ കടുവയുടെ കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നില്ല. ഒടുവിൽ ഉടമ്പടിയുടെ ആ കറുത്ത ദിനം വന്നുചേർന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ സുൽത്താന് കടുത്ത നിബന്ധനകൾ അംഗീകരിക്കേണ്ടി വന്നു. മൈസൂരിന്റെ പകുതി ഭാഗം ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. കഠിനാധ്വാനത്തിലൂടെ താൻ പടുത്തുയർത്തിയ ഗ്രാമങ്ങളും നഗരങ്ങളും ശത്രുക്കളുടെ കൈകളിലേക്ക് പോകുന്നത് അദ്ദേഹം വേദനയോടെ നോക്കി നിന്നു. അതിലുപരി തന്റെ 2 കൊച്ചുമക്കളെ ബ്രിട്ടീഷുകാർക്ക് ജാമ്യമായി നൽകേണ്ടി വന്നു. ആ രംഗം ശ്രീരംഗപട്ടണത്തെ ഓരോ മണൽത്തരിയെയും കരയിപ്പിച്ചു. ടിപ്പു തന്റെ മക്കളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ആ കടുത്ത പോരാളിയുടെ കണ്ണുകളിൽ നിന്ന് അന്ന് 2 തുള്ളി കണ്ണീർ മണ്ണിൽ വീണു. അതൊരു തോൽവിയുടെ കണ്ണീരായിരുന്നില്ല, മറിച്ച് ഒരക്ഷന്റെ ഹൃദയത്തിൽ നിന്നുള്ള രക്തമായിരുന്നു. നിങ്ങൾ രാജകുമാരന്മാരാണ്. ശത്രുക്കളുടെ തടവിൽ കഴിയുമ്പോഴും നിങ്ങളുടെ ആത്മാഭിമാനം പണയം വെക്കരുത് എന്ന് അദ്ദേഹം അവരോട് സ്വകാര്യമായി മന്ത്രിച്ചു. പല്ലക്കുകൾ ദൂരേക്ക് നീങ്ങുമ്പോൾ അദ്ദേഹം തന്റെ വിറയ്ക്കുന്ന കൈകൾ ഉയർത്തി അവരെ യാത്രയയച്ചു. ബ്രിട്ടീഷ് ക്യാമ്പിലേക്ക് തന്റെ മക്കൾ നടന്നുപോകുന്നത് ടിപ്പു കോട്ടമതിലിന് മുകളിൽ നിന്ന് നോക്കി നിന്നു. അവർ കൊണ്ടുപോകുന്നത് തന്റെ മക്കളെ മാത്രമല്ല, മൈസൂരിന്റെ ഭാവിയെയും കൂടിയാണെന്ന് അദ്ദേഹം അറിഞ്ഞു. കാവേരി നദി അന്ന് കരകവിഞ്ഞൊഴുകുകയായിരുന്നു. നദിയുടെ ഗർജനം സുൽത്താന്റെ ഉള്ളിലെ രോഷത്തിന്റെ പ്രതിധ്വനിയായിരുന്നു. തന്റെ മക്കളെ കൊണ്ടുപോകുന്ന കുതിരവണ്ടികളുടെ ശബ്ദം അകന്നുപോയപ്പോൾ ടിപ്പു തന്റെ വാൾ ഉറയിലിട്ടു. ആ രാത്രിയിൽ അദ്ദേഹം തന്റെ ഡയറിയിൽ ഒന്നും എഴുതിയില്ല. വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്തത്ര ആഴത്തിലായിരുന്നു ആ വേദന. പകരം കൊട്ടാരത്തിന്റെ നിശബ്ദമായ ഇടനാഴികളിലൂടെ അദ്ദേഹം ഒറ്റയ്ക്ക് നടന്നു. ഓരോ നിഴലും തന്റെ പരാജയത്തെ പരിഹസിക്കുന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി. പക്ഷേ ഉള്ളിലൊരു കനൽ ഇപ്പോഴും എരിയുന്നുണ്ടായിരുന്നു. ആ കനൽ ഒരു നാൾ വലിയ ഒരു അഗ്നിയായി മാറുമെന്ന് അദ്ദേഹം സ്വയം ഉറപ്പിച്ചു. പരാജയപ്പെട്ട ഒരു ഭരണാധികാരിയായി ടിപ്പു തളർന്നിരുന്നില്ല. മുറിവേറ്റ കടുവ കൂടുതൽ അപകടകാരിയാണെന്ന് ചരിത്രം തെളിയിക്കാൻ പോകുകയായിരുന്നു. തന്റെ മക്കളെ തിരികെ കൊണ്ടുവരാൻ തനിക്ക് സാമ്രാജ്യം പുനരുനിർമ്മിക്കണം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഓരോ പൈസയും അദ്ദേഹം സൂക്ഷിച്ചുവെച്ചു. ആഡംബരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി. തന്റെ പ്രജകൾക്കുമേൽ അമിതഭാരമില്ലാതെ തന്നെ ഖജനാവ് നിറയ്ക്കാൻ അദ്ദേഹം പുതിയ വഴികൾ കണ്ടെത്തി. രാത്രികളിൽ അദ്ദേഹം തന്റെ മക്കളുടെ ശൂന്യമായ മുറികളിൽ പോയി നിൽക്കുമായിരുന്നു. അവിടെ നിശബ്ദത മാത്രം ബാക്കിയായിരുന്നു. അവരുടെ കളിപ്പാട്ടങ്ങളും പുസ്തകങ്ങളും അവിടെ തന്നെയുണ്ട്, പക്ഷേ അവ സ്പർശിക്കാൻ കുഞ്ഞു കൈകളില്ല. ആ നിശബ്ദത അദ്ദേഹത്തെ കൂടുതൽ പോരാടാൻ പ്രേരിപ്പിച്ചു. തന്റെ മക്കളെ തിരികെ കൊണ്ടുവരാൻ ആവശ്യമായ പണം കണ്ടെത്താൻ അദ്ദേഹം വിശ്രമമില്ലാതെ ജോലി ചെയ്തു. ഓരോ നാണയവും
തന്റെ മക്കളുടെ മോചനത്തിലേക്കുള്ള ചുവടുകളാണെന്ന് അദ്ദേഹം കരുതി. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വാർത്തകൾ മൈസൂരിലുമെത്തി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം ടിപ്പുവിനെ ആകർഷിച്ചു. അദ്ദേഹം നെപ്പോളിയൻ ബോണപ്പാർട്ടുമായി രഹസ്യമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. ലോകം മുഴുവൻ ബ്രിട്ടീഷുകാർക്കെതിരെ ഒന്നിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. തന്റെ കൊട്ടാരത്തിൽ അദ്ദേഹം ഒരു സ്വാതന്ത്ര്യത്തിന്റെ മരം അഥവാ ട്രീ ഓഫ് ലിബർട്ടി നട്ടു. ആ മരം വളരുന്നത് നോക്കി അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വീണ്ടെടുത്തു. ഒരു രാജ്യം അടിമയാക്കപ്പെടുമ്പോൾ ആ മണ്ണിലെ പ്രകൃതി പോലും കരയുന്നു എന്ന് അദ്ദേഹം ചിന്തിച്ചു. ശത്രുക്കൾ കരുതിയത് ടിപ്പു തകർന്നുപോയെന്നാണ്. പക്ഷേ അവർ അറിഞ്ഞില്ല ആ കടുവ തന്റെ നഖങ്ങൾ കൂടുതൽ മൂർച്ച കൂട്ടുകയാണെന്ന്. ലോകശക്തികളുടെ പിന്തുണയോടെ ബ്രിട്ടീഷുകാരെ ഈ മണ്ണിൽ നിന്ന് തുരത്താൻ അദ്ദേഹം വലിയ നയതന്ത്ര നീക്കങ്ങൾ ആരംഭിച്ചു. കാലം മെല്ലെ നീങ്ങി. ഒടുവിൽ മാസങ്ങൾക്ക് ശേഷം യുദ്ധനഷ്ടപരിഹാരം നൽകി തന്റെ മക്കളെ തിരികെ കൊണ്ടുവന്നപ്പോൾ സുൽത്താൻ അവരെ നെഞ്ചോട് ചേർത്തു. മൈസൂർ നഗരം മുഴുവൻ അന്ന് ദീപങ്ങളാൽ അലങ്കരിക്കപ്പെട്ടു. അതൊരു വലിയ ആഘോഷമായിരുന്നു. പക്ഷേ ആ സന്തോഷത്തിനിടയിലും ടിപ്പുവിന്റെ കണ്ണുകൾ അതിർത്തികളിലേക്ക് നീണ്ടു. ബ്രിട്ടീഷുകാർ ഒരിക്കലും തന്നെ സമാധാനത്തോടെ വാഴാൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം തന്റെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചു. നദിയുടെ ആഴങ്ങളിൽ പതുങ്ങിയിരിക്കുന്ന മുതലയെപ്പോലെ അവർ അടുത്ത അവസരത്തിനായി കാത്തിരിക്കുകയാണ്. തന്റെ മക്കൾക്ക് ലഭിച്ച വിദ്യാഭ്യാസം അദ്ദേഹം നേരിട്ട് പരിശോധിച്ചു. ശത്രുവിന്റെ കൂടെ കഴിഞ്ഞപ്പോൾ അവർ എന്തു പഠിച്ചു എന്ന് അദ്ദേഹം തിരക്കി. അവർ കൂടുതൽ കരുത്തരായെന്ന് കണ്ടപ്പോൾ സുൽത്താന്റെ ഉള്ളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അന്ന് രാത്രി കാവേരിയുടെ ശാന്തമായ ഓളങ്ങൾ നോക്കിയിരിക്കുമ്പോൾ ടിപ്പു ഒരു കാര്യം ഉറപ്പിച്ചു: ഇനിയൊരു ഉടമ്പടി ഉണ്ടാവില്ല, ഇനി ഒരു വിട്ടുവീഴ്ചയുമില്ല. ഒന്നുകിൽ ഈ മണ്ണിൽ ഒരു സ്വതന്ത്ര രാജാവായി മരിക്കുക, അല്ലെങ്കിൽ വിജയിക്കുക. നദിയുടെ ഇപ്പുറത്ത് മൈസൂർ കടുവ തന്റെ അവസാനത്തെ പോരാട്ടത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു. അങ്ങ് ദൂരെ ആകാശത്ത് കാർമേഘങ്ങൾ വീണ്ടും ഉരുണ്ടുകൂടി. വലിയൊരു യുദ്ധത്തിന്റെ, തന്റെ ജീവിതത്തിലെ അവസാനത്തെ മഹാസമരത്തിന്റെ കാഹളം ആകാശത്ത് മുഴങ്ങുന്നത് ടിപ്പു കേട്ടു. കാവേരി നദി ആ രാത്രിയിൽ വല്ലാത്ത ഒരു നിഗൂഢതയോടെ ഒഴുകി. മൈസൂരിലെ മണ്ണിൽ ഇപ്പോൾ വല്ലാത്ത ഒരു മാറ്റമുണ്ട്. പണിശാലകളിൽ തീപ്പൊരികൾ ഉയരുന്നു. സൈനികർ പാതിരാത്രിയിലും പരിശീലനം നടത്തുന്നു. സുൽത്താൻ തന്റെ അവസാനത്തെ കരുനീക്കങ്ങൾ നടത്തുകയാണ്. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പോരാട്ടങ്ങളിൽ ഒന്നിലേക്ക് മൈസൂർ ചുവടുവെക്കുകയാണ്. പക്ഷേ വിധി മറ്റൊന്ന് കരുതി വച്ചിരുന്നു. ചതിയുടെയും വഞ്ചനയുടെയും നിഴലുകൾ കൊട്ടാരത്തിന്റെ ഉള്ളിൽ പോലും വീണു തുടങ്ങിയിരിക്കുന്നു. ശ്രീരംഗപട്ടണത്തെ കൊട്ടാരത്തിന്റെ ഉന്നതങ്ങളിൽ നിന്ന് നോക്കിയാൽ കാവേരി നദി ഒരു വെള്ളി നാട പോലെ താഴെ തിളങ്ങുന്നത് കാണാമായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ നദിയുടെ ഒഴുക്കിന് വല്ലാത്തൊരു ഗാംഭീര്യമുണ്ടായിരുന്നു. ടിപ്പു സുൽത്താൻ തന്റെ വിശാലമായ ലൈബ്രറിയിൽ ഇരിക്കുകയാണ്. ചുറ്റും പേർഷ്യയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും കൊണ്ടുവന്ന വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ. മങ്ങിയ പന്തവെളിച്ചത്തിൽ അദ്ദേഹം ഒരു ഭൂപടം പരിശോധിക്കുകയായിരുന്നു. ആ ഭൂപടത്തിൽ ഇന്ത്യ മാത്രമല്ല, കടൽ കടന്നുള്ള രാജ്യങ്ങളും അടയാളപ്പെടുത്തിയിരുന്നു. മൂന്നാം യുദ്ധത്തിലെ പരാജയവും തന്റെ മക്കളെ ജാമ്യമായി നൽകേണ്ടി വന്ന അപമാനവും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു കനലായി എരിയുന്നുണ്ടായിരുന്നു. ആ കനലിനെ ഒരു വലിയ അഗ്നിയാക്കി മാറ്റാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതിനായി അദ്ദേഹം തന്റെ നയതന്ത്ര നീക്കങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. പന്തങ്ങൾ പുകയുന്ന ആ മുറിയിൽ ടിപ്പു തന്റെ വിശ്വസ്തരായ ദൂതന്മാരെ വിളിച്ചു. നാം ഒറ്റയ്ക്കല്ല എന്ന് ലോകമറിയണം. ഈ വിദേശ ശക്തികളെ തുരത്താൻ നമുക്ക് പുതിയ സുഹൃത്തുക്കളെ വേണം, അദ്ദേഹം ദൃഢമായി പറഞ്ഞു. തന്റെ മക്കളെ മോചിപ്പിച്ചതിന് ശേഷം ടിപ്പു വിശ്രമിച്ചിരുന്നില്ല. അദ്ദേഹം തുർക്കിയിലെ സുൽത്താനുമായും അഫ്ഗാനിസ്ഥാനിലെ സമാൻ ഷായുമായും നിരന്തരം കത്തുകൾ കൈമാറി. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം പടിഞ്ഞാറ് നിന്നായിരുന്നു. ഫ്രാൻസിൽ അന്ന് വിപ്ലവം കൊടുമ്പിരിക്കൊള്ളുകയായിരുന്നു. സമത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും മുദ്രാവാക്യങ്ങൾ ടിപ്പുവിനെ ആവേശം കൊള്ളിച്ചു. അദ്ദേഹം നെപ്പോളിയൻ ബോണപ്പാർട്ടുമായി രഹസ്യബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു. നെപ്പോളിയൻ ഈജിപ്തിലെത്തിയാൽ പിന്നെ മൈസൂരിലേക്ക് അധികം ദൂരമില്ല, അദ്ദേഹം സ്വയം മന്ത്രിച്ചു. ആ സ്വപ്നം അദ്ദേഹത്തിന് പുതിയൊരു കരുത്ത് നൽകി. തന്റെ കൊട്ടാരത്തിൽ അദ്ദേഹം ഫ്രഞ്ച് സൈനികർക്കായി ഒരു ജാക്കോബിൻ ക്ലബ്ബ് സ്ഥാപിച്ചു. അവിടെ മൈസൂർ സൈനികരും ഫ്രഞ്ച് പടയാളികളും ഒരേപോലെ വിപ്ലവ ഗീതങ്ങൾ ആലപിച്ചു. 1799 ആണ്ട് മൈസൂരിലെ ആകാശം വീണ്ടും യുദ്ധത്തിന്റെ കാർമേഘങ്ങളാൽ മൂടപ്പെട്ടു. ലോർഡ് വെല്ലസ്ലി മൈസൂരിന്റെ വളർച്ചയെ തടയാൻ പുതിയൊരു ഉടമ്പടി സുൽത്താന്റെ മുന്നിലേക്ക് നീട്ടി: സൈനിക സഹായ കരാർ. അത് മൈസൂരിന്റെ സ്വാതന്ത്ര്യത്തിനുമേലുള്ള ഒരു വലിയ വിലങ്ങുതടിയായിരുന്നു. അത് അംഗീകരിക്കുക എന്നാൽ ബ്രിട്ടീഷുകാരുടെ അടിമയായി ജീവിക്കുക എന്നതായിരുന്നു അർത്ഥം. ടിപ്പു ആ കരാർ പിച്ചു ചീന്തി.
ആടുകളെപ്പോലെ 100 കൊല്ലം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കടുവയായി ഒരു ദിവസം ജീവിച്ചു മരിക്കുന്നതാണ് എന്ന അദ്ദേഹത്തിന്റെ വിഖ്യാതമായ പ്രഖ്യാപനം ആ കൊട്ടാരത്തിന്റെ ഭിത്തികളിൽ പ്രതിധ്വനിച്ചു. യുദ്ധം അനിവാര്യമായിരിക്കുന്നു. തന്റെ സാമ്രാജ്യത്തിന്റെ അവസാനത്തെ ആയുധവും പുറത്തെടുക്കാൻ അദ്ദേഹം തയ്യാറായി. യുദ്ധത്തിനു മുൻപുള്ള ആ രാത്രിയിൽ ശ്രീരംഗപട്ടണം വല്ലാത്തൊരു നിഗൂഢതയിലായിരുന്നു. നഗരത്തിലെ ഓരോ വീടിന്റെയും തിണ്ണകളിൽ പന്തങ്ങൾ കത്തുന്നുണ്ടായിരുന്നു. ജനങ്ങൾ ഭയത്തോടെയും എന്നാൽ ആത്മവിശ്വാസത്തോടെയും തങ്ങളുടെ സുൽത്താന്റെ കൽപ്പനകൾക്കായി കാത്തിരുന്നു. കാവേരി നദി അന്ന് വല്ലാതെ കലങ്ങിമറിഞ്ഞാണ് ഒഴുകിയിരുന്നത്. നദിയിലെ ഓരോ തുള്ളിയും വരാനിരിക്കുന്ന രക്തച്ചൊരിച്ചിലിനെക്കുറിച്ച് അടക്കം പറയുന്നത് പോലെ ടിപ്പുവിന് തോന്നി. അദ്ദേഹം തന്റെ കുതിരപ്പുറത്ത് കയറി നഗരം മുഴുവനൊന്ന് ചുറ്റിക്കണ്ടു. പരിക്കേറ്റ തന്റെ പഴയ സൈനികരെ അദ്ദേഹം ആശ്വസിപ്പിച്ചു. കുട്ടികളെ തലോടി. തന്റെ ജനതയുടെ സ്നേഹം അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസമായിരുന്നു. ഇത് നമ്മുടെ മണ്ണാണ്, ഈ മണ്ണിൽ വിദേശികൾക്ക് സ്ഥാനമില്ല, അദ്ദേഹം അവരോട് പറഞ്ഞു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അദ്ദേഹം കൊട്ടാരത്തിലെ മട്ടുപ്പാവിലിരുന്ന് ദൂരെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ആയിരക്കണക്കിന് പന്തങ്ങൾ നോക്കി നിന്നു. അതൊരു വലിയ കടൽ പോലെ മൈസൂരിനെ വലയുകയാണ്. 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധം ആരംഭിച്ചു. ജനറൽ ഹാരിസിന്റെയും ആർത്തർ വെല്ലസ്ലിയുടെയും നേതൃത്വത്തിൽ വമ്പൻ ബ്രിട്ടീഷ് സൈന്യം മൈസൂരിലേക്ക് ഇറച്ചുകയറി. ടിപ്പു തന്റെ സൈന്യത്തെ അതീവ കരുതലോടെ വിന്യസിച്ചു. സിദ്ധേശ്വർ, മലവള്ളി എന്നീ സ്ഥലങ്ങളിൽ വെച്ച് കഠിനമായ പോരാട്ടങ്ങൾ നടന്നു. മൈസൂർ റോക്കറ്റുകൾ ആകാശത്ത് വീണ്ടും തീമഴ പെയ്യിച്ചു. ഇരുമ്പ് റോക്കറ്റുകൾ ബ്രിട്ടീഷ് സൈനികർക്കിടയിൽ ഭീതി പരത്തി. ഇത് മനുഷ്യനല്ല, പിശാചാണ് നയിക്കുന്നത് എന്ന് പല ബ്രിട്ടീഷ് സൈനികരും ഭയത്തോടെ പറഞ്ഞു. ഓരോ യുദ്ധഭൂമിയിലും സുൽത്താൻ നേരിട്ട് പോരാടി. തന്റെ കുതിരപ്പുറത്തൊരു കൊടുങ്കാറ്റ് പോലെ അദ്ദേഹം ശത്രുക്കൾക്കിടയിലൂടെ പാഞ്ഞു. അദ്ദേഹത്തിന്റെ വാൾ മിന്നൽ പിണറുകൾ പോലെ ശത്രുക്കളുടെ തലകൾ കൊയ്തു. പക്ഷേ ബ്രിട്ടീഷുകാരൊറ്റയ്ക്കായിരുന്നില്ല. ഹൈദരാബാദ് നിസാമും മറാഠികളും തങ്ങളുടെ പഴയ ശത്രുവിനെ തകർക്കാൻ ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്നു. ചതിയുടെ നിഴലുകൾ കൊട്ടാരത്തിനുള്ളിൽ തന്നെ രൂപം കൊള്ളാൻ തുടങ്ങി. സുൽത്താന്റെ വിശ്വസ്തരായ ചില മന്ത്രിമാർ ബ്രിട്ടീഷുകാരുമായി രഹസ്യ കരാറുകളിൽ ഏർപ്പെട്ടിരുന്നു. മീർ സാദിഖിനെ പോലുള്ളവരുടെ ചതിയെക്കുറിച്ച് ടിപ്പുവിന് ചില സൂചനകൾ ലഭിച്ചിരുന്നെങ്കിലും അദ്ദേഹം തന്റെ ജനത്തെ വിശ്വസിച്ചു. എന്റെ രാജ്യത്തിനു വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ വഞ്ചിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം തന്റെ ഡയറിയിൽ കുറിച്ചു. ആ രാത്രിയിൽ അദ്ദേഹം ഉറങ്ങിയില്ല. കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ അദ്ദേഹം ഒറ്റയ്ക്ക് നടന്നു. കാവേരിയുടെ തീരത്ത് മഞ്ഞു വീണ് കിടക്കുന്നു. നദിക്കരയിലെ കല്ലിലിരുന്ന് അദ്ദേഹം തന്റെ പിതാവായ ഹൈദർ അലിയെ ഓർത്തു. പിതാവേ, ഞാൻ ശരിയായ വഴിയിലാണോ? അദ്ദേഹം പതുക്കെ ചോദിച്ചു. കാറ്റിന്റെ ഒരു നേർത്ത ഗർജനം മറുപടിയായി എത്തിയതുപോലെ അദ്ദേഹത്തിന് തോന്നി. അത് അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പായിരുന്നു. ശ്രീരംഗപട്ടണം ഉപരോധിക്കപ്പെട്ടു. ബ്രിട്ടീഷ് സൈന്യം കോട്ടയുടെ വടക്കൻ മതിലുകളിൽ വിള്ളലുകൾ വീഴ്ത്താൻ പീരങ്കികൾ ഉപയോഗിച്ചു. ഓരോ പീരങ്കിയുണ്ടെയും കോട്ടമതിലിൽ വന്നിടിക്കുമ്പോൾ ഭൂമി കുലുങ്ങി. കോട്ടയ്ക്കുള്ളിൽ ഭക്ഷണം തീർന്നു തുടങ്ങിയിരുന്നു. സൈനികർക്ക് പകരം സാധാരണ ജനങ്ങളും കോട്ട കാക്കാൻ തോക്കുകളുമായി ഇറങ്ങി. ടിപ്പു തന്റെ പടച്ചട്ടയണിഞ്ഞു. തന്റെ വിഖ്യാതമായ കടുവയുടെ തലകൊത്തിയ വാൾ അദ്ദേഹം കയ്യിലെടുത്തു. ഇന്ന് രാത്രി നമ്മൾ ചരിത്രം കുറിക്കും, അദ്ദേഹം തന്റെ സൈന്യത്തോട് പറഞ്ഞു. കൊട്ടാരത്തിലെ തന്റെ പ്രിയപ്പെട്ടവരോട് അദ്ദേഹം യാത്ര പറഞ്ഞു. തന്റെ മക്കളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീർ തിളങ്ങി. അതൊരവസാനത്തെ യാത്രയാകുമെന്ന് അദ്ദേഹം അറിഞ്ഞിരിക്കാം. മെയ് 3 രാത്രി വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. കാറ്റ് വീശാൻ ഭയപ്പെടുന്നതുപോലെ. നക്ഷത്രങ്ങൾ ആകാശത്ത് മങ്ങി കത്തുന്നുണ്ടായിരുന്നു. ബ്രിട്ടീഷ് സൈന്യം തങ്ങളുടെ അവസാനത്തെ ആക്രമണത്തിനായി തയ്യാറെടുത്തു. കോട്ടയുടെ വിള്ളലുകളിലൂടെ ശത്രുക്കൾ ഉള്ളിൽ കടക്കാൻ പ്ലാൻ ചെയ്തു. ടിപ്പു തന്റെ കുതിരപ്പുറത്തിരുന്ന് ആകാശത്തേക്ക് നോക്കി. ഒരു വലിയ ഉൽക്ക ആകാശത്തെ കീറിമുറിച്ച് കടന്നുപോയി. വിധി അതിന്റെ കളി ആരംഭിച്ചു കഴിഞ്ഞു, അദ്ദേഹം ശാന്തമായി പറഞ്ഞു. അന്ന് രാത്രി അദ്ദേഹം സൈനികരോടൊപ്പം സാധാരണ മൺപാത്രത്തിൽ ഭക്ഷണം കഴിച്ചു. ഒരു രാജാവായിട്ടല്ല, ഒരു പോരാളിയായിട്ടാണ് അദ്ദേഹം ആ രാത്രി ചിലവഴിച്ചത്. കാവേരി നദി അപ്പോഴും കോട്ടയെ തഴുകി ഒഴുകുന്നുണ്ടായിരുന്നു. 1000 വർഷം മുമ്പ് തുടങ്ങിയ ആ ഒഴുക്ക് മൈസൂരിന്റെ കടുവയുടെ അവസാന നിമിഷങ്ങൾക്കും സാക്ഷിയാകാൻ പോകുകയായിരുന്നു. രാത്രിയുടെ അന്ത്യത്തിൽ ടിപ്പു തന്റെ ലൈബ്രറിയിൽ പോയി അവസാനമായി ചില പുസ്തകങ്ങൾ തൊട്ടുനോക്കി. വിജ്ഞാനത്തോടുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത ദാഹം ആ നിമിഷവും ബാക്കിയായിരുന്നു. അദ്ദേഹം തന്റെ പേന കയ്യിലെടുത്ത് ചില വരികൾ കുറിച്ചു. അത് തന്റെ ജനതയ്ക്കുള്ള ഒരു അന്ത്യ സന്ദേശമായിരുന്നു. സ്വാതന്ത്ര്യം ഒരു സ്വപ്നമല്ല, അതൊരവകാശമാണ്. അതിനായി പോരാടുക. പുറത്ത് പീരങ്കികളുടെ ശബ്ദം കൂടി വരുന്നു. വെളിച്ചം പടർന്നു തുടങ്ങിയിരിക്കുന്നു. അവസാനത്തെ പോരാട്ടത്തിന്റെ സൂര്യൻ ഉദിക്കുകയാണ്. ആ സൂര്യന്റെ വെളിച്ചത്തിൽ മൈസൂർ അതിന്റെ വീരപുത്രനെ എന്നും ഓർക്കത്തക്ക രീതിയിൽ ഒരു മഹാത്യാഗത്തിന് സാക്ഷി വഹിക്കാൻ പോകുകയായിരുന്നു. ശ്രീരംഗപട്ടണം
1799 മെയ് മാസം 4-ാം തീയതി. പുലർച്ചെ കാവേരി നദിയിൽ നിന്നുയർന്ന മഞ്ഞ് പടലങ്ങൾ കോട്ടമതിലുകളെ ഒരു വെളുത്ത പുതപ്പിനാൽ മൂടിയിരുന്നു. വായുവിൽ വല്ലാത്തൊരു നിശ്ചലത അനുഭവപ്പെട്ടു. പക്ഷികൾ പാടാൻ മറന്നതുപോലെ, കാറ്റ് വീശാൻ ഭയപ്പെടുന്നതുപോലെ ഒരു നിശബ്ദത. പക്ഷേ ആ നിശബ്ദതയ്ക്കുള്ളിൽ ഒരു വലിയ കൊടുങ്കാറ്റ് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ടിപ്പു സുൽത്താൻ തന്റെ കൊട്ടാരത്തിലെ പ്രാർത്ഥനാമുറിയിൽ നിന്ന് പുറത്തുവന്നു. രാത്രി മുഴുവൻ അദ്ദേഹം ഉണർന്നിരുന്നു. തന്റെ രാജ്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളിലും അവസാനവട്ട യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിലും. അദ്ദേഹത്തിന്റെ പടച്ചട്ടയിലെ ഓരോ കണ്ണിയും ആ പന്തവെളിച്ചത്തിൽ തിളങ്ങി. കടുവയുടെ തലകുത്തിയ ആ പ്രശസ്തമായ വാൾ അദ്ദേഹം തന്റെ അരയിൽ ഉറപ്പിച്ചു. അത് വെറുമൊരു വാളായിരുന്നില്ല, മൈസൂരിന്റെ അഭിമാനമായിരുന്നു. അന്ന് ഉച്ചസമയത്ത് സൂര്യൻ ആകാശത്തിന്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ അന്തരീക്ഷത്തിലെ ചൂട് വല്ലാതെ വർദ്ധിച്ചു. ടിപ്പു തന്റെ സൈനികർക്കൊപ്പം കോട്ടയുടെ വടക്കൻ ഭാഗത്തുള്ള ഒരു ചെറിയ പന്തലിലിരുന്ന് ഉച്ചഭക്ഷണം കഴിക്കുകയായിരുന്നു. പെട്ടെന്ന് നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് കോട്ടയുടെ പുറത്തുനിന്ന് പീരങ്കികൾ ഒരേ സമയം ഗർജിച്ചു. ആ ഗർജനം ശ്രീരംഗപട്ടണത്തെ നടുക്കി. ബ്രിട്ടീഷ് ജനറൽ ഡേവിഡ് ബേയഡിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം കോട്ടയുടെ വിള്ളലുകളിലൂടെ ഉള്ളിലേക്ക് ഇരച്ചുകയറാൻ തുടങ്ങി. മീർ സാദിഖ് എന്ന വഞ്ചകൻ കോട്ടയുടെ വാതിലുകൾ ശത്രുക്കൾക്കായി തുറന്നുകൊടുത്തു എന്ന വാർത്ത സുൽത്താന്റെ കാതുകളിലെത്തി. ആ നിമിഷം തന്റെ വിശ്വസ്തനായ കുതിരപ്പുറത്ത് കയറി സുൽത്താൻ യുദ്ധഭൂമിയിലേക്ക് കുതിച്ചു. തന്റെ പ്ലേറ്റിലെ ഭക്ഷണം പോലും പൂർത്തിയാക്കാൻ വിധി അദ്ദേഹത്തെ അനുവദിച്ചില്ല. ചതി, ചതി എന്ന വിലാപം കോട്ടയ്ക്കുള്ളിൽ ഉയർന്നുകേട്ടു. യുദ്ധം അതിന്റെ എല്ലാ ഭീകരതയോടും കൂടി ആരംഭിച്ചു. ശ്രീരംഗപട്ടണത്തിലെ ഇടുങ്ങിയ തെരുവുകൾ രക്തക്കളമായി മാറി. ടിപ്പു തന്റെ കുതിരപ്പുറത്ത് ഒരു തീപ്പൊരി പോലെ ശത്രുക്കൾക്കിടയിലൂടെ പാഞ്ഞു. അദ്ദേഹത്തിന്റെ വാൾ ചുഴറ്റുമ്പോൾ ശത്രുക്കൾ കരിയിലകൾ പോലെ ചിതറി വീണു. എന്റെ മണ്ണിൽ നിന്ന് പുറത്തുപോവുക എന്നദ്ദേഹം സിംഹത്തെപ്പോലെ ഗർജിച്ചു. തന്റെ സൈനികർ ഒന്നൊന്നായി വീഴുമ്പോഴും സുൽത്താൻ തളർന്നില്ല. അദ്ദേഹത്തിന്റെ തോളിലും നെഞ്ചിലും വെടിയുണ്ടകളേറ്റു. കുതിര വെടിയേറ്റു വീണപ്പോൾ അദ്ദേഹം കാൽനടയായി പോരാടി. രക്തം വാർന്നൊഴുകുന്ന ശരീരവുമായി അദ്ദേഹം കോട്ടയുടെ വാട്ടർ ഗേറ്റിലേക്ക് നീങ്ങി. അവിടെ ശത്രുക്കളുടെ ഒരു വൻനിര അദ്ദേഹത്തെ വളഞ്ഞു. മുറിവേറ്റ കടുവയെപ്പോലെ അദ്ദേഹം തന്റെ വാൾ വീശി. ഓരോ ചുവടിലും ശത്രുക്കളുടെ മൃതദേഹങ്ങൾ വീണുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, മറിച്ച് തന്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയാത്തതിലുള്ള സങ്കടമായിരുന്നു. സന്ധ്യയാകാറായപ്പോൾ ആകാശം രക്തവർണ്ണത്തിൽ തിളങ്ങി. പുകപടലങ്ങൾക്കിടയിലൂടെ സൂര്യൻ താഴേക്ക് മറഞ്ഞു. ടിപ്പു സുൽത്താൻ മുറിവേറ്റ നിലയിൽ തന്റെ സൈനികരുടെ മൃതദേഹങ്ങൾക്കിടയിൽ ഇരിക്കുകയായിരുന്നു. ഒരു ബ്രിട്ടീഷ് സൈനികൻ അദ്ദേഹത്തിന്റെ വിലപിടിപ്പുള്ള അരക്കെട്ട് മോഷ്ടിക്കാൻ ശ്രമിച്ചു. ബോധം മറഞ്ഞു തുടങ്ങിയെങ്കിലും ആ പോരാളി തന്റെ വാൾ വീശി ആ സൈനികനെ നേരിട്ടു. തൊട്ടടുത്ത നിമിഷം ഒരു വെടിയുണ്ട അദ്ദേഹത്തിന്റെ തലയിൽ പതിച്ചു. മൈസൂരിന്റെ കടുവ നിശബ്ദനായി. കാവേരിയുടെ മടിത്തട്ടിൽ തന്റെ പ്രിയപ്പെട്ട മണ്ണിൽ അദ്ദേഹം വീരമൃത്യു വരിച്ചു. കോട്ടയ്ക്കുള്ളിൽ പീരങ്കികളുടെ ശബ്ദം പതുക്കെ നിലച്ചു. വലിയൊരു ശ്രാമണത്തിന്റെ നിശബ്ദത ആ നഗരത്തെ പൊതിഞ്ഞു. പന്തങ്ങൾ അണഞ്ഞു. പക്ഷേ ചരിത്രത്തിന്റെ താളങ്ങളിൽ ഒരിക്കലും അണയാത്ത ഒരു നക്ഷത്രം അന്നുദിച്ചു. അടുത്ത പ്രഭാതം വിരിഞ്ഞത് മൈസൂരിന്റെ കണ്ണീരോടെയായിരുന്നു. ബ്രിട്ടീഷ് സൈന്യം മൃതദേഹങ്ങളിൽ തിരച്ചിൽ നടത്തി. ഒടുവിൽ പടയാളികളുടെയും കുതിരകളുടെയും ഇടയിൽ നിന്ന് അവർ ആ മഹാനായ ഭരണാധികാരിയെ കണ്ടെത്തി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ അപ്പോഴും പകുതി തുറന്നിരുന്നു. പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലെ. ജനറൽ ബേയർഡ് ആ മൃതദേഹത്തിന് മുന്നിൽ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. ഇന്നു മുതൽ ഇന്ത്യ നമ്മുടേതാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പക്ഷേ ടിപ്പുവിന്റെ ശരീരം നിശബ്ദമായി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്റെ മണ്ണ് കീഴടക്കിയിരിക്കാം, പക്ഷേ എന്റെ ആത്മാവിനെ നിങ്ങൾക്ക് തൊടാൻ കഴിയില്ല. ടിപ്പുവിന്റെ വാൾ ലണ്ടനിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ വീരഗാഥകൾ മൈസൂരിലെ ഓരോ വീട്ടിലും സംരക്ഷിക്കപ്പെട്ടു. കാവേരി നദി അന്ന് വല്ലാതെ കരകവിഞ്ഞൊഴുകി. തന്റെ പ്രിയപുത്രന്റെ വേർപാടിൽ പ്രകൃതി പോലും വിലപിച്ചു. സുൽത്താന്റെ ഭൗതിക ശരീരം ഗുംബാസിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആയിരക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങി. അവർ വാവിട്ടു കരഞ്ഞു. പള്ളികളിലും സ്ഥാപനങ്ങളിലും പ്രാർത്ഥനകൾ നടന്നു. തന്റെ ഭരണകാലത്ത് അദ്ദേഹം എല്ലാവരെയും തുല്യമായി സ്നേഹിച്ചിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു ആ ജനക്കൂട്ടം. കനത്ത മഴ പെയ്തു. ഇടിമിന്നലുകൾ ആകാശത്തെ കീറിമുറിച്ചു. പ്രകൃതി സുൽത്താൻ അവസാനത്തെ ആദരമർപ്പിച്ചു. അദ്ദേഹത്തിന്റെ ശവകുടീരത്തിനു മുകളിൽ ചന്ദനമരങ്ങളുടെ സുഗന്ധം പടർന്നു. മൈസൂർ കടുവ തന്റെ അവസാന വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു. പക്ഷേ അദ്ദേഹം നട്ട സ്വാതന്ത്ര്യത്തിന്റെ മരം ഇന്നും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വേരോടി നിന്നു. അദ്ദേഹത്തിന്റെ ജീവിതം വെറുമൊരു ചരിത്രമല്ല, അത് വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഒരു പാഠമായിരുന്നു.
അടിമത്തത്തേക്കാൾ നല്ലത് മരണമാണെന്ന പാഠം. വർഷങ്ങൾ കടന്നുപോയി. ശ്രീരംഗപട്ടണത്തിലെ കോട്ടമതിലുകൾ പഴയ കഥകൾ ഇന്നും അണക്കം പറയുന്നു. കാവേരി നദി ഇന്നും അതേ ശാന്തതയോടെ ഒഴുകുന്നു. പക്ഷെ രാത്രികളിൽ കാറ്റിന്റെ ഇറമ്പലിൽ സുൽത്താന്റെ വാളിന്റെ ശബ്ദം കേൾക്കാമെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു. അദ്ദേഹം വികസിപ്പിച്ചെടുത്ത റോക്കറ്റുകളും അദ്ദേഹം നെയ്തെടുത്ത പട്ടുനൂലുകളും അദ്ദേഹം പടുത്തുയർത്തിയ ഭരണ സംവിധാനവും ഇന്നും ഇന്ത്യയുടെ അഭിമാനമായി നിലനിൽക്കുന്നു. ഒരു പോരാളിയായും ശാസ്ത്രജ്ഞനായും നയതന്ത്രജ്ഞനായും ടിപ്പു സുൽത്താൻ ചരിത്രത്തിൽ അനശ്വരനായി. അദ്ദേഹത്തിന്റെ ജീവിതം ആകാശത്ത് പൊട്ടിത്തെറിച്ച ഒരു റോക്കറ്റ് പോലെയായിരുന്നു. അല്പനേരം മാത്രമേ നീണ്ടുനിന്നെങ്കിലും അത് ഇരുട്ടിനെ ഭേദിച്ച് ലോകത്തിന് വെളിച്ചം നൽകി. ആ വെളിച്ചം ഇന്നും ഓരോ ഇന്ത്യക്കാരൻ്റെയും ഉള്ളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ദാഹമായി നിലനിൽക്കുന്നു. രാത്രിയുടെ ഈ യാമങ്ങളിൽ മൈസൂരിൻ്റെ ആ പഴയ വീഥികളിലൂടെ നമ്മൾ നടത്തിയ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു. സുൽത്താന്റെ കഥകൾ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വീര്യമായി നിറയട്ടെ. കാവേരിയുടെ തീരത്ത് മണൽത്തരികൾക്കിടയിലൂടെ വീശുന്ന കാറ്റ് ഇന്നും മന്ത്രിക്കുന്നു, ടിപ്പു, ടിപ്പു. ആ പേര് വായുവിൽ അലിഞ്ഞു ചേർന്നു. നിങ്ങളുടെ മനസ്സും ശരീരവും ശാന്തമാവട്ടെ. ചരിത്രത്തിൻ്റെ ഈ ശാന്തമായ പ്രവാഹത്തിൽ ഉറക്കത്തിലേക്ക് വഴുതി വീഴുക. മൈസൂർ കടുവയുടെ ഇതിഹാസം നിങ്ങൾക്ക് കാവലാകട്ടെ. ശ്രീരംഗപട്ടണത്തെ ആ ഭീകരമായ രാത്രിക്ക് ശേഷം വിരിഞ്ഞ പ്രഭാതം മൈസൂർ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കടകരമായിരുന്നു. സൂര്യൻ ഉദിച്ചുയർന്നെങ്കിലും അതിൻ്റെ വെളിച്ചത്തിന് പഴയ തിളക്കമില്ലായിരുന്നു. കോട്ടമതിലുകൾക്ക് മുകളിൽ പീരങ്കികളിൽ നിന്നുള്ള പുക അപ്പോഴും നീല നിറത്തിൽ ഇഴഞ്ഞു നീങ്ങി. കാവേരി നദിയിലെ വെള്ളം ചുവപ്പുനിറം കലർന്ന് മന്ദഗതിയിലൊഴുകി. നഗരത്തിലെ ഓരോ വീടിൻ്റെയും ഉള്ളിൽ നിന്നുയർന്നു കേട്ടത് തേങ്ങലുകൾ മാത്രമായിരുന്നു. സുൽത്താൻ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത വിശ്വസിക്കാൻ മൈസൂരിലെ ജനങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. തങ്ങളുടെ കടുവ ഇതാ ഗുഹയിൽ ഉറങ്ങിക്കിടക്കുന്നുവെന്നവർ പരസ്പരം പറഞ്ഞു. പക്ഷേ ആ ഉറക്കം മാറ്റമില്ലാത്ത ഒന്നായിരുന്നു. ബ്രിട്ടീഷ് സൈന്യം നഗരം മുഴുവൻ കീഴടക്കിയിരുന്നു. കൊട്ടാരത്തിലെ വിലപിടിപ്പുള്ള രത്നങ്ങളും സ്വർണവും അവർ വാരിക്കൂട്ടി. പക്ഷേ അവർക്ക് ലഭിക്കാത്ത ഒന്നുണ്ടായിരുന്നു: മൈസൂർ ജനതയുടെ ഹൃദയം. കൊട്ടാരത്തിന്റെ ഉള്ളിൽ ടിപ്പുവിന്റെ മക്കൾ തളർന്നിരിക്കുകയായിരുന്നു. തങ്ങളുടെ അച്ഛൻ അവസാനമായി തന്ന ഉമ്മയുടെ ചൂട് അപ്പോഴും അവരുടെ നെറ്റിയിലുണ്ടായിരുന്നു. പക്ഷേ ഇനി ആ ശബ്ദം തങ്ങളെ വിളിക്കില്ലെന്നവർ തിരിച്ചറിഞ്ഞു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കൊട്ടാരത്തിന്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ അവർ കണ്ടത് ഒരു യുദ്ധക്കൊതിയനായ രാജാവിനെ അല്ല, മറിച്ച് തന്റെ പ്രജകളെ ജീവനേക്കാൾ സ്നേഹിച്ച ഒരു ഭരണാധികാരിയെയായിരുന്നു. അദ്ദേഹം കർഷകർക്ക് നൽകിയ ഇളവുകൾ, പണിശാലകൾക്ക് നൽകിയ പ്രോത്സാഹനം, വിദേശ രാജ്യങ്ങളുമായി നടത്തിയ നയതന്ത്ര ചർച്ചകൾ, ഇതെല്ലാം കണ്ട് ജനറൽ വെല്ലസ്ലി പോലും അത്ഭുതപ്പെട്ടു. നാം കീഴടക്കിയത് ഒരു രാജ്യമല്ല, ഒരു മഹാവിപ്ലവത്തെയാണ് എന്ന് അദ്ദേഹം തന്റെ ഡയറിയിൽ കുറിച്ചു. ആ വിപ്ലവത്തിന്റെ കനലുകൾ ഓരോ മലയാളിയുടെയും കന്നഡക്കാരൻ്റെയും ഉള്ളിൽ അന്ന് നീറിപ്പുകഞ്ഞു. യുദ്ധം കഴിഞ്ഞതോടെ മൈസൂരിന്റെ മുഖച്ഛായ മാറിത്തുടങ്ങി. ബ്രിട്ടീഷുകാർ തങ്ങളുടെ ഇഷ്ടക്കാരായ പഴയ രാജവംശത്തെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചു. പക്ഷേ യഥാർത്ഥ അധികാരം കമ്പനിയുടെ കൈകളിലായിരുന്നു. ടിപ്പുവിന്റെ മക്കളെ കൽക്കട്ടയിലെ വെല്ലൂർ കോട്ടയിലേക്ക് നാടുകടത്തി. അവർ തങ്ങളുടെ പിതാവിന്റെ ഓർമ്മകളുമായി ആ തടവറയിൽ കഴിഞ്ഞു. മൈസൂരിലെ പട്ടുനൂൽ തറകൾ നിശ്ചലമായി. കർഷകർക്കുമേൽ പുതിയ നികുതികൾ അടിച്ചേൽപ്പിച്ചു. കാവേരി നദി അപ്പോഴും ഒഴുകിക്കൊണ്ടിരുന്നു. പക്ഷേ ആ നദിക്കരയിലിരുന്ന് ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാൻ ഇനി സുൽത്താനില്ലായിരുന്നു. എങ്കിലും സുൽത്താൻ പകർന്നു നൽകിയ ആത്മവീര്യം ജനങ്ങൾ മറന്നില്ല. പള്ളികളിലും ക്ഷേത്രങ്ങളിലും ജനങ്ങൾ ഒത്തുകൂടി അദ്ദേഹത്തിന്റെ കഥകൾ പങ്കുവച്ചു. മുത്തശ്ശിമാർ തങ്ങളുടെ പേരക്കുട്ടികൾക്ക് മൈസൂർ കടുവയുടെ കഥകൾ പറഞ്ഞുകൊടുത്തു. ആ കഥകൾ കേട്ട് വളരുന്ന കുട്ടികളുടെ ഉള്ളിൽ സ്വാതന്ത്ര്യത്തിന്റെ വിത്തുകൾ മുളച്ചു. ബ്രിട്ടീഷുകാർ ടിപ്പുവിന്റെ ഗ്രന്ഥശാലയിലെ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ലണ്ടനിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ റോക്കറ്റുകൾ അവർ പഠനവിധേയമാക്കി. പിൽക്കാലത്ത് ആധുനിക റോക്കറ്റ് സാങ്കേതികവിദ്യയുടെ അടിസ്ഥാനം തന്നെ ആ ടിപ്പുവിന്റെ ഇരുമ്പ് റോക്കറ്റുകളായിരുന്നു. ലോകചരിത്രം അദ്ദേഹത്തെ ഒരു തോറ്റ രാജാവായി ചിത്രീകരിക്കാൻ ശ്രമിച്ചെങ്കിലും കാലം അദ്ദേഹത്തെ ഒരു രക്തസാക്ഷിയായി ഉയർത്തിക്കാട്ടി. ലണ്ടനിലെ മ്യൂസിയത്തിൽ ഇന്നും ആ മരക്കടുവ ഗർജിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാരൻ്റെയും ഹൃദയത്തിൽ സുൽത്താന്റെ ഓർമ്മകൾ ഉണരും. തന്റെ രാജ്യം അപമാനിക്കപ്പെടാതിരിക്കാൻ അദ്ദേഹം ചെയ്ത ത്യാഗം ഇന്നും ലോകമെമ്പാടുമുള്ള പോരാളികൾക്ക് പ്രചോദനമാണ്. പരാജയമെന്നത് മരണമല്ല, മറിച്ച് അനശ്വരതയിലേക്കുള്ള ഒരു വാതിലാണെന്ന് ടിപ്പു തെളിയിച്ചു. വർഷങ്ങൾക്കിപ്പുറം
ശ്രീരംഗപട്ടണത്തെ ആ ശവകുടീരത്തിന് മുന്നിൽ ഇന്നും ജനങ്ങൾ വരുന്നു. മനോഹരമായ ചന്ദനമരങ്ങൾ അവിടെ തണൽ വിരിക്കുന്നു. ആ കാറ്റിൽ സുൽത്താന്റെ സുഗന്ധമുണ്ടെന്നവർ വിശ്വസിക്കുന്നു. അദ്ദേഹം നട്ട സ്വാതന്ത്ര്യത്തിന്റെ മരം ഇന്നും പച്ചപ്പോടെ നിൽക്കുന്നു. കാവേരി നദിയിലെ ഓളങ്ങൾ കോട്ടമതിലിൽ വന്നിടിക്കുമ്പോൾ സുൽത്താന്റെ വാളിന്റെ ശബ്ദം കേൾക്കാം. ചരിത്രമെന്നും വിജയികളുടേതാണെന്ന് പറയുമെങ്കിലും തോൽവിയിൽ പോലും മായാത്ത വ്യക്തിത്വങ്ങൾ എന്നും നിലനിൽക്കും. ടിപ്പു സുൽത്താൻ അത്തരമൊരു വ്യക്തിത്വമായിരുന്നു. തന്റെ പേര് കേൾക്കുമ്പോൾ ഇന്നും ശത്രുക്കളുടെ ഉള്ളിൽ ഭയമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വിജയമാണ്. തന്റെ ആത്മാഭിമാനം പണയം വയ്ക്കാത്ത ഒരു കടുവയായി അദ്ദേഹം ഇന്നും ചരിത്രത്തിൽ ജീവിക്കുന്നു. കാവേരി നദി ഇന്നും ഒഴുകുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആ തീരത്ത് കണ്ട ചോരയുടെ പാടുകളും പീരങ്കികളുടെ പുകയും കാലം മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. എന്നാൽ ശ്രീരംഗപട്ടണത്തെ ഓരോ കരിങ്കൽ പാളകൾക്കും ഇന്നും ഒരു കഥ പറയാനുണ്ട്. മൈസൂർ കടുവയുടെ കഥ. രാത്രിയുടെ നിശബ്ദതയിൽ നദിക്കരയിലെ കാറ്റിൽ ഇന്നും ഒരു പടത്തലവന്റെ ആജ്ഞകൾ കേൾക്കാമെന്ന് അവിടുത്തെ പഴമക്കാർ വിശ്വസിക്കുന്നു. ടിപ്പു സുൽത്താൻ എന്ന ഇതിഹാസം മണ്ണിൽ വീണെങ്കിലും അദ്ദേഹം വിതച്ച വിപ്ലവത്തിന്റെ കനലുകൾ ഇന്നും അണയാതെ കിടക്കുന്നു. അതൊരു വെറും ഭരണാധികാരിയുടെ പതനമായിരുന്നില്ല, മറിച്ച് ഒരു ജനതയുടെ ആത്മാഭിമാനത്തിന്റെ ഉയർച്ചയായിരുന്നു. അദ്ദേഹം മരിച്ചെന്ന് ബ്രിട്ടീഷ് ക്യാമ്പുകളിൽ ആഘോഷങ്ങൾ നടന്നെങ്കിലും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ ഒരു വലിയ പ്രതീകമായി വളരുകയായിരുന്നു. ശ്രീരംഗപട്ടണത്തെ ഗുംബാസ് എന്നറിയപ്പെടുന്ന ആ ശവകുടീരം ഇന്നും ശാന്തമായി നിലകൊള്ളുന്നു. മനോഹരമായ ചന്ദനമരങ്ങൾ അവിടെ കാവൽ നിൽക്കുന്നു. ആ കുടീരത്തിനുള്ളിൽ ടിപ്പുവും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും അന്ത്യവിശ്രമം കൊള്ളുന്നു. അവിടെ എത്തുന്ന ഓരോ മനുഷ്യനും അനുഭവിക്കുന്നത് വല്ലാത്തൊരു നിശബ്ദതയാണ്. ആ നിശബ്ദതയിൽ ടിപ്പുവിന്റെ ജീവിതം മുഴുവൻ ഒരു ചിത്രം പോലെ തെളിഞ്ഞുവരുന്നു. അദ്ദേഹം പടുത്തുയർത്തിയ ആധുനിക കൃഷിരീതികൾ ഇന്നും ഈ മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കുന്നു. അദ്ദേഹം കൊണ്ടുവന്ന ജലസേചന പദ്ധതികൾ ഇന്നും കർഷകർക്ക് അനുഗ്രഹമാണ്. ഒരു രാജാവെന്നാർ തന്റെ സിംഹാസനത്തിലല്ല, മറിച്ച് തന്റെ ജനതയുടെ വയറിലാണ് ആശ്വാസം നൽകേണ്ടതെന്ന് ടിപ്പു വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആധുനിക ചിന്തകൾ അക്കാലത്തെ മറ്റേതൊരു ആഗോള ഭരണാധികാരിയേക്കാൾ വളരെ മുന്നിലായിരുന്നു. ടിപ്പുവിന്റെ പൈതൃകം വെറും യുദ്ധവിജയങ്ങളിൽ ഒതുങ്ങുന്നില്ല. അദ്ദേഹം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന ശാസ്ത്രത്തോടുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത അഭിമാനമായിരുന്നു. ഇന്നും നാസയുടെ ഭിത്തികളിൽ പുല്ലലൂർ യുദ്ധത്തിലെ റോക്കറ്റുകളുടെ ചിത്രം തൂങ്ങിക്കിടക്കുന്നുണ്ട്. ലോകത്തിലെ ആദ്യത്തെ സൈനിക റോക്കറ്റുകൾ രൂപകൽപ്പന ചെയ്ത ആ മനുഷ്യൻ ഒരു ദീർഘദൃഷ്ടിയായിരുന്നു. ഇരുമ്പിന്റെ ആവരണമുള്ള ആ ആയുധങ്ങൾ പിന്നീട് ലോകം കണ്ട വലിയ മിസൈലുകൾക്കും ബഹിരാകാശ പര്യവേക്ഷണങ്ങൾക്കും അടിത്തറയായി മാറി. ചരിത്രം അദ്ദേഹത്തെ ഒരു യോദ്ധാവായി മാത്രം കാണുമ്പോൾ അദ്ദേഹം ഒരു വലിയ ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നുവെന്ന് ലോകം തിരിച്ചറിയാൻ വൈകി. പണിശാലയിലെ കനലുകൾക്കിടയിൽ ഇരുമ്പടിച്ചു പരത്തുമ്പോൾ അദ്ദേഹം കണ്ട സ്വപ്നങ്ങൾ ഇന്നും ആകാശത്ത് നക്ഷത്രങ്ങളായി തിളങ്ങുന്നു. അദ്ദേഹത്തിന്റെ സാങ്കേതിക വിദ്യ ബ്രിട്ടീഷുകാർ മോഷ്ടിച്ചു കൊണ്ടുപോയെങ്കിലും അതിന്റെ ആത്മാവ് മൈസൂരിന്റെ മണ്ണിൽ തന്നെ അവശേഷിച്ചു. കലയോടും സംസ്കാരത്തോടും അദ്ദേഹം പുലർത്തിയ സ്നേഹം അതിരുകളില്ലാത്തതായിരുന്നു. പേർഷ്യൻ കവിതകളും ഫ്രഞ്ച് ദർശനങ്ങളും അദ്ദേഹം തന്റെ ലൈബ്രറിയിൽ സൂക്ഷിച്ചു. താൻ ഭരിക്കുന്ന സാമ്രാജ്യത്തിൽ വ്യത്യസ്ത വിശ്വാസങ്ങൾ പുലർത്തുന്നവർക്ക് തുല്യമായ നീതി അദ്ദേഹം ഉറപ്പാക്കി. ശൃംഗേരി മഠത്തിന് അദ്ദേഹം നൽകിയ സംരക്ഷണം ഒരു വലിയ ചരിത്ര സത്യമാണ്. മതം മനുഷ്യരെ ഭിന്നിപ്പിക്കാനല്ല, ഒന്നിപ്പിക്കാനാണെന്ന് അദ്ദേഹം തന്റെ പ്രവൃത്തികളിലൂടെ തെളിയിച്ചു. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ ജനവാതിലിലൂടെ നോക്കിയാൽ ക്ഷേത്രങ്ങളും പള്ളികളും ഒരുപോലെ സമാധാനത്തോടെ നിലനിൽക്കുന്നത് കാണാമായിരുന്നു. ആ സൗഹൃദമായിരുന്നു മൈസൂരിന്റെ യഥാർത്ഥ കരുത്ത്. ചതിയുടെ കൈകൾ അദ്ദേഹത്തെ വീഴ്ത്തിയെങ്കിലും സ്നേഹത്തിന്റെ പഠങ്ങൾ അദ്ദേഹം ഓരോ പ്രജയുടെ ഉള്ളിലും നട്ടുപിടിപ്പിച്ചു. കാലം ഒരു വലിയ നദിയാണ്, അതെല്ലാം ഒഴുക്കിക്കൊണ്ടുപോകും. പക്ഷേ ചില ഓർമ്മകൾ ആ നദിയിലെ കല്ലുകൾ പോലെ ഉറച്ചു നിൽക്കും. ടിപ്പു സുൽത്താൻ അത്തരമൊരു ഓർമ്മയാണ്. ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ അദ്ദേഹത്തെ ക്രൂരനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോഴും നാടൻ പാട്ടുകളിലൂടെയും വായമൊഴിയിലൂടെയും ജനങ്ങൾ അദ്ദേഹത്തെ തങ്ങളുടെ വീരപുത്രനായി സംരക്ഷിച്ചു. ഓരോ തലമുറയും തങ്ങളുടെ കുട്ടികൾക്ക് മൈസൂർ കടുവയുടെ വീര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. ടിപ്പുവിന്റെ മരക്കടുവ ലണ്ടനിലെ മ്യൂസിയത്തിൽ ഇന്നും ഇരിക്കുമ്പോഴും ആ കടുവയുടെ ഗർജനം ഓരോ ഇന്ത്യക്കാരൻ്റെയും ഉള്ളിൽ സ്വാതന്ത്ര്യത്തിന്റെ കാഹളമായി മുഴങ്ങുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ആടുകളെപ്പോലെ ജീവിക്കുന്നതിനേക്കാൾ അന്തസ്സുള്ളത് ഒരു കടുവയായി മരിക്കുന്നതാണ്. ആ മരണം ഒരവസാനമല്ല, മറിച്ച് ഒരു വലിയ തുടക്കമായിരുന്നു. രാത്രിയുടെ ഈ അവസാന യാമങ്ങളിൽ കാവേരിയുടെ തീരത്ത് കാറ്റ് മെല്ലെ വീശുന്നു.
നമ്മുടെ കഥയുടെ അവസാന താളുകൾ ഇവിടെ പൂർണ്ണമാകുന്നു. സുൽത്താന്റെ ജീവിതം ഒരു ചലച്ചിത്രം പോലെ നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് മെല്ലെ മായുകയാണ്. പക്ഷേ ആ വീര്യം നിങ്ങളുടെ ഉള്ളിൽ ഒരു ശാന്തതയായി മാറട്ടെ. പോരാട്ടങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ വിശ്രമത്തിന്റെ സമയമാണ്. നക്ഷത്രങ്ങൾ ആകാശത്ത് തിളങ്ങുന്നു. സുൽത്താൻ ഇന്നും ആകാശത്തിരുന്ന് തന്റെ പ്രിയപ്പെട്ട മൈസൂരിനെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടാകാം. അദ്ദേഹത്തിന്റെ ഓരോ യുദ്ധതന്ത്രവും ഓരോ വിപ്ലവവും നമ്മുടെ സ്വപ്നങ്ങളിൽ ഒരു ഇതിഹാസമായി നിലനിൽക്കും. നിങ്ങളുടെ മനസ്സും ശരീരവും ഇപ്പോൾ വല്ലാത്തൊരു ലാഘവത്തിലാണ്. കാവേരിയുടെ ഓളങ്ങൾ നിങ്ങളെ താരാട്ടുപാടി ഉറക്കത്തിലേക്ക് നയിക്കുന്നു. മൈസൂരിലെ രാജവീഥികളിലൂടെയും കോട്ടമതിലുകളിലൂടെയും നടന്ന ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു. കടുവയുടെ ഗർജനം ഇപ്പോഴൊരു നേർത്ത മന്ത്രം പോലെ നിങ്ങളെ തഴുകുന്നു. ആയുധങ്ങളുടെയും പീരങ്കികളുടെയും ശബ്ദം മാഞ്ഞുപോയിരിക്കുന്നു. പകരം പ്രകൃതിയുടെ ശാന്തമായ സംഗീതം മാത്രം ബാക്കി. ഒരു കടുവയുടെ കണ്ണുകളിലെ ആ തീക്ഷ്ണത ഇപ്പോഴൊരു മെഴുകുതിരി വെളിച്ചം പോലെ നിങ്ങളുടെ മുറിയിൽ ശാന്തത പടർത്തുന്നു. ലോകമുറങ്ങുകയാണ്, ചരിത്രമുറങ്ങുകയാണ്. നിങ്ങളും ആ ആഴത്തിലുള്ള നിദ്രയിലേക്ക് വഴുതി വീഴുക. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ കാവേരി നദി വെള്ളിരേഖയായി ഒഴുകട്ടെ. മൈസൂരിൻ്റെ വീരഗാഥകൾ നിങ്ങൾക്ക് കാവലാകട്ടെ. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ ഇതിഹാസങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല. അവ നമ്മുടെ ശ്വാസത്തിലും സ്വപ്നങ്ങളിലും ഇനിയും ജീവിക്കും. ചരിത്രത്തിൻ്റെ ശാന്തമായ ഈ താരാട്ടിൽ അലിഞ്ഞു ചേർന്ന് സുഖമായി ഉറങ്ങുക. ശുഭനിദ്ര. നന്ദി.